കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the holy name of the Lord. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിലാഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. We greet all brothers and sisters who are gathered here in the second day of our gospel meeting in the most blessed and sweet name of our Lord and Savior Jesus Christ. നമ്മുടെ മീറ്റിംഗിന്റെ രണ്ടാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. We have came into the second night of our meeting. ഇന്ന് രാത്രിയിൽ നമ്മെ അനുഗ്രഹിപ്പാൻ കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. We praise God for our merciful God has come into our midst to bless us. നമ്മുടെ മീറ്റിംഗിന്റെ പ്രാരംഭ നിമിഷം തുടങ്ങി നാം ദൈവ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയായി. Right from the starting stage of our meeting we were experiencing the wonderful presence of God in our lives. നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗം നമുക്ക് അവസരം നൽകി. Heaven has extended one more good opportunity to enjoy in His presence singing good songs of blessing. അതിലുപരിയായി നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചെങ്കിലും വിശുദ്ധന്മാരുടെ ഗണത്തിൽ നിത്യതയിൽ വിശുദ്ധന്മാരോടുകൂടെ ചേരുവാൻ ദൈവം ഭാഗ്യം ലഭിച്ച ഒരു നല്ല സാക്ഷ്യം നാം കേൾക്കുകയുണ്ടായി. More than that, we have heard a blessed testimony that the sister who have been born and brought up from a Hindu background, but Lord has bestowed such a wonderful grace to be in the group of saints. കർത്താവ് നിത്യതയോളം സൂക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. May the Lord preserve her till her eternity. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ പത്രോസ്ലീഹായുടെ വാക്കുകളെ കുറിച്ചായിരുന്നു. Previous night we were meditating about the words of Saint Peter. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് നാം ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താ വിഷയം. Yesterday our word of meditation was we who are kept by the power of God through faith unto salvation, ready to be revealed in the last time. അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷയ്ക്ക് വേണ്ടി നാം സത്യത്തെ സ്നേഹിക്കണം എന്നുള്ളത് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. Yesterday night we were meditating that for in order to receive that final salvation we have to love the truth. നമ്മുടെ കർത്താവായ യേശു സത്യമാണെന്നും തിരുവെഴുത്ത് സത്യമാണെന്നും മനസാക്ഷിയുടെ നിർമ്മലത സത്യമാണെന്നും നാം ദൈവത്തോട് ചെയ്ത ഉടമ്പടികൾ സത്യമാണെന്നും കഴിഞ്ഞ രാത്രി നാം ചിന്തിക്കുകയുണ്ടായി. Yesterday night we have meditated that our Lord Jesus Christ is truth, the word of God is truth, our pure conscience is truth, and finally our covenant with God is truth. നാം ഒരു ലോകാന്ത്യ നാളുകളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. We have come into the final days in this world. ലോക സംഭവങ്ങളൊക്കെയും നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. All the happenings in and around the world is revealing the coming of a Lord is so nigh. നാം പ്രതീക്ഷിക്കും പോലെ ഇനി ഒരു ദീർഘകാലഘട്ടം നമ്മുടെ മുൻപിലില്ല. As we are expecting, there is not much time before us. കർത്താവായ യേശു പറഞ്ഞതും പ്രവാചകന്മാർ പ്രവചിച്ചതൊക്കെയും ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. Whatever our Lord Jesus has told and all the prophets are prophesied, all these things are fulfilling in and around the world. ഇതൊക്കെയും കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് നമ്മുടെ തലകളെ ഉയർത്തി നീതിയോടെ ജീവിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. So may heaven may grant good blessing to live according to all those words when we see all these things in and around the world. ഇന്ന് രാത്രിയിൽ വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരുവെഴുത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. Again let us bring our attention to the word of God tonight. നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. All our expectation is the coming of our Lord Jesus. നമ്മുടെ കർത്താവായ യേശു എത്രയും വേഗം മടങ്ങി വരും. Very soon our Lord Jesus is going to appear. അവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ അവനോടുകൂടെ നിത്യതയിൽ എടുക്കപ്പെടും. Those who are eagerly waiting for the coming of the Lord, those saints will be resurrected or transformed to heaven. ആ പ്രത്യാശ ദിനം പ്രതി നമ്മുടെ മനസ്സിൽ കത്തിക്കൊണ്ടേയിരിക്കണം. That hope should be kindled each and every day in our day-to-day life. നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരുന്ന നാളിൽ നാം സത്യത്തെ സ്നേഹിച്ച് അവന്റെ മുൻപിൽ നിൽക്കണം. When our Lord Jesus shall return, we should love the truth and should be appear before Him. വിശുദ്ധ പത്രോസ് വീണ്ടും പറയുന്നു, അവന്റെ വരവിന്റെ ദിനത്തിലേക്ക് നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കണം. Again Saint Peter is admonishing that in his day of return we should be found in peace. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to 2 Peter chapter 3 verse 14, അവിടെ പത്രോസ് പറയുന്നു, അവൻ നിങ്ങളെ സമാധാനമുള്ളവരായി നിഷ്കളങ്കരായി നിർമ്മലരായി കാണുവാൻ ആഗ്രഹിക്കുക. Here Saint Peter is telling that he
He wants to see us in peace and without spot and blameless. കഴിഞ്ഞ രാത്രി രക്ഷയുടെ ആഴങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. Yesterday night we were meditating about the depths of salvation. കർത്താവായ യേശു രക്ഷയാണെന്ന് അക്കാലത്ത് വയോധ്യനായ ശിമിയോന്റെ വാക്ക് കഴിഞ്ഞ രാത്രി നാം ചിന്തിക്കുകയുണ്ടായി. Yesterday night we were meditating that our Lord Jesus Christ is the salvation, as an old man Simon was telling. മരണം വിട്ടുയർത്ത് പിതാവിന്റെ മഹിമയിൽ പോയ യേശു രാജ്യത്വം പ്രാപിച്ചപ്പോൾ തന്റെ സഭയ്ക്ക് രക്ഷദാനമായി കൊടുത്തു എന്നും കഴിഞ്ഞ രാത്രി ചിന്തിക്കുകയുണ്ടായി. After his death and resurrection, when Lord Jesus Christ ascended to God the Father, he has given this salvation as a free gift to whole mankind. അതിലുപരിയായി എത്രയും വേഗം സിയോൻ പുത്രിയുടെ രക്ഷ വരുന്നു എന്നുള്ളതിനെ കുറിച്ചും നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. More than that, we were meditating that behold, the salvation for the daughter of Zion is coming. ആകയാൽ യേശുവിനെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധന്മാരെ, So all the saints of God who have a privilege to find Jesus, ദൈവം ദാനമായി തന്ന രക്ഷ പ്രാപിപ്പാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധന്മാരെ, oh blessed saints of God, those who have received this blessed salvation as a gift, വരുവാനിരിക്കുന്ന രക്ഷയ്ക്കായി നമുക്കൊരുങ്ങാം. സ്വർഗം നമ്മെ അതിന് സഹായിക്കട്ടെ. may let us all be prepared for the final salvation, and may heaven give sufficient grace for that. നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരുന്ന നാളിൽ നമ്മെ സമാധാനമുള്ളവരായി കാണുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. When our Lord Jesus will return, he wants us to be found in peace. ഇന്ന് രാത്രിയിൽ വരുവാനിരിക്കുന്ന രക്ഷയ്ക്കായി ഒരുക്കപ്പെടുന്ന നാം സമാധാനമുള്ള മനുഷ്യരായിരിക്കണം. Even tonight we want to meditate that we have to be in peace when Jesus appears in midair. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ദയവായി വായിച്ചാൽ. Again we read 2 Peter chapter 3 verse 14. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. ശ്രദ്ധിക്കുക, രക്ഷയുടെ മറ്റൊരു ഭാഗം നാം ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുകയാണ്. Even tonight we are going to meditate another aspect of നമ്മുടെ salvation. കർത്താവ് നമ്മോട് കാണിക്കുന്ന ദീർഘക്ഷമ രക്ഷയെന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. Saint Peter is telling that the long suffering of our Lord is salvation. നാം കർത്താവിന്റെ സന്നിധിയിൽ സമാധാനമുള്ള മനുഷ്യരായിരിക്കണം. In the presence of God we have to be found of him in ഇന്ന് peace. ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി സമാധാനമില്ല എന്നുള്ളതാണ്. The greatest problem nowadays in the world is peace. ഇന്ന് ലോകത്തിൽ ഒരുപാട് സമാധാന സംഘടനകളൊക്കെ ഉണ്ട്. There are many peace organizations in this world. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലും അറബി രാഷ്ട്രങ്ങളിലും യൂറോപ്പിലും ഒക്കെ വലിയ സമാധാന സംഘടനകളുണ്ട്. Even in our country India and in Europe and in many parts of the world there is a peace organization. അവരെല്ലാം ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. They all are laboring for a peaceful world. എന്നാൽ അവരുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവർക്ക് വേണ്ടത്ര സമാധാനം ഉണ്ടായിരിക്കത്തില്ല. But if we go inside their individual life, there is no sufficient peace in them. ഞാൻ ഒരിക്കൽ ബോംബെയിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു മാന്യനായ മനുഷ്യനെ കണ്ടു. Once upon a time while I was journeying from Bombay in train, I saw an honorable person. അദ്ദേഹം ബിലായിൽ ടാറ്റ അവിടെ സ്റ്റീൽ പ്ലാന്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. He was a worker or labor in Bilai steel plant. തനിക്കൊരു മകനുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. His son, and he was a doctor who is working abroad in England. തന്റെ ഭാര്യ ഒരു റെയിൽവേ ആക്സിഡന്റിൽ മരിച്ചുപോയി. His wife passed away because of a railway accident. പിന്നെ തുടർന്ന് താൻ ഒരു സമാധാന സംഘടനയുടെ പ്രവർത്തകനായി ബോംബെയിൽ പ്രവർത്തിക്കുകയാണ്. And later on he joined a peace organization and working for that. അപ്പോൾ യാത്രക്കിടയിൽ ഞാനുമായി സംസാരിച്ചു. On the way we were talking each other. താൻ പ്രവർത്തിക്കുന്ന ആ ഫീൽഡിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. And he was sharing his thoughts about the field which he is എന്നാൽ working. സംസാരിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ താൻ ചില നഗ്നസത്യം തുറന്നു പറഞ്ഞു. And when we go into the depth of our conversation, he told some naked truth. പാസ്റ്റർ, ഞാനൊരു സമാധാന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. Pastor, I am working in a peace
organization. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല. But in my individual life, there is no peace at all. ആ നിരാശ എന്നെ വേട്ടയാടുമ്പോൾ അതിൽ നിന്ന് ഒഴിവാകാനാണ് ഞാൻ ഈ സംഘടനയോടൊപ്പം പ്രവർത്തിക്കുന്നത്. That disappointing is haunting me. In order to avoid that, I have joined this particular ദൈവമക്കളെ, organization. സമാധാനമെന്ന് പറയുന്നത് ഒരു പ്രകടനമല്ല. Oh, people of God, this peace is not an action. ഒരിക്കൽ മഹാനായ ബില്ലിഗ്രാം സമാധാനത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. Once upon a time, great man evangelist Billy Graham has told about താനും peace like തന്റെ ഒരു this. സ്നേഹിതനും കൂടെ ഒരു സമുദ്ര തീരത്ത് നിൽക്കുകയായി. He and one of his friend was standing beside a seashore. അപ്പോൾ പെട്ടെന്ന് കാർമേഘം നിറഞ്ഞ് കടൽ അങ്ങ് ഇരുണ്ട് ഇടിയും കൊള്ളിയാനും ഒക്കെ ഉണ്ടായി. Suddenly black clouds were gathered and all thunder and lightning happened there. അപ്പോൾ അവിടെയുള്ള ആ കടൽ തീരത്ത് വന്ന കാഴ്ചക്കാരെല്ലാം വാഹനങ്ങളിൽ കയറി പോകാൻ തുടങ്ങി. And suddenly all the watchers, those who came to the seashore, they went back. അപ്പോൾ ആ സ്നേഹിതൻ ബില്ലിഗ്രാമിനെ വിളിച്ചു, സാർ എന്താണ് ഈ സമാധാനം എന്ന് പറയുന്നത്? And his friend asked Billy Graham, sir, what is peace? അപ്പോൾ ബില്ലിഗ്രാം നോക്കുമ്പോൾ ആ സമുദ്രത്തിൽ ഒരു പാറക്കെട്ട് കണ്ടു. And when Billy Graham saw a rock and in the midst of the ഒരു sea, ചെറിയ പാറയെ കണ്ടു. he saw a small rock in the sea. ആ പാറയുടെ വിള്ളലിൽ ഒരു ചെറിയ ഒരു കടൽ പക്ഷി അവിടെ ഇരിക്കുകയാണ്. There is a small bird was sitting there in the gap of that rock. അത് അതിന്റെ ചുണ്ട് ചിറകിന്റെ അടിയിൽ വെച്ച് ഒരു കാല് മടക്കി ഒരു കാലിൽ ശാന്തനായിരിക്കുകയാണ്. And it was being calm, keeping his neck inside his feathers. അപ്പൊ ബില്ലിഗ്രാം ചൂണ്ടിക്കാണിച്ചു, ബ്രദർ മിസ്റ്റർ, ഇതാണ് സ്നേഹിത, ഇതാണ് സമാധാനം എന്ന് പറയും. And Billy Graham showed his friend that, oh dear friend, this is peace. ഈ കടലാകെ ഇളകി മറിയുകയാണ്. And this whole sea is having in a great turmoil. കാർമേഘം തിങ്ങി മറിയുകയാണ്. And all black clouds had been gathered. ഭയങ്കരമായ ഇടിയും കൊള്ളിയാനും ഉണ്ടാകുകയാണ്. Great thunder and lightning were coming. എല്ലാവരും ഭയപ്പെട്ട് പരക്കം പായുകയാണ്. All people are going away. പക്ഷേ ഈ പ്രതിസന്ധിയുടെ മധ്യേ ഒരു പക്ഷി ശാന്തനായി ഉറങ്ങുകയാണ്. In the midst of such a great trouble, this particular bird is sleeping calm. അതിന്റെ ചിറകുകൾ ചിറകിന്റെ ഉള്ളിൽ വെച്ച് ഒരു കാലിൽ അവൻ ഇരുന്ന് ശാന്തനായി ഉറങ്ങുകയാണ്. Its head has kept under its wings and with one leg it is sleeping. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, And when all problems and afflictions came, വലിയ കടൽത്തിരകൾ ജീവിതത്തിൽ അടിക്കുമ്പോൾ, when great tides and waves of the sea will come across എല്ലാവരും our നമ്മെ life, വിട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ, when all people pass away from us, ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ മനസ്സ് പതറുമ്പോൾ, when we will have great mental trouble not to have peace, ആ ശാശ്വതമായ പാറയിൽ വിശ്രമിക്കുന്നതാണ് ഒറിജിനൽ സമാധാനം. the original peace is that we have to rest in eternal rock. നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. When our Lord Jesus shall return, he wants us to be found of him in peace. ആ യേശു ഈ ലോകം വിട്ടു പോകുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. When Jesus left this world, he told his disciples like this. താൻ ഈ ലോകം വിട്ടു പോകുമ്പോൾ തന്നെ അനുഗമിച്ചവർക്ക് കൊടുക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. He doesn't have anything to give to his താൻ disciples. ഉണ്ടാക്കിയ ഒരു വലിയ പ്രസ്ഥാനം അവരെ ഏൽപ്പിച്ചില്ല. He did not give the organization to their hands. താൻ കെട്ടിയുണ്ടാക്കിയ വലിയൊരു സംഘടന അവരെ ഏൽപ്പിച്ചില്ല. He did not hand over any organization to their hands. താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുമ്പോൾ When we are going away from this world to his Father's യേശു presence, അവർക്ക് കൊടുത്തത് എന്താണ്? what Jesus had given them, രണ്ട് കാര്യം അവരോട് പറഞ്ഞു. two things he told them. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. I will not leave you comfortless. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. Till the end of the world, I will be with you always. അടുത്തതായി പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. Secondly, he is telling that peace I leave with you. ആ സമാധാനത്തോടെ നമ്മളെ കാണാനാണ് നമ്മുടെ യേശു ആഗ്രഹിക്കുന്നത്. Again, our Lord Jesus wants us to be found of him in peace. ചില മനുഷ്യർ നല്ല മനുഷ്യരാണ്, പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടായിരിക്കും. Some people are good ones, but they don't have peace in their life. ഒരിക്കൽ ദാവീദ് പറയാ, ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോഴേ സമാധാനം നഷ്ടപ്പെട്ടു പോകുകയാണ്. Once upon a time, David was telling, when I start conversation, my peace is lost. ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് സമാധാനം എന്നുള്ളതാണ്. One of the greatest wealth in our life is peace. ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആഴം നമ്മൾ പഠിക്കുമ്പോൾ, When we learn about the depths of holiness of ആ God, വിശുദ്ധി എന്ന് പറയുന്നത് ദൈവിക സമാധാനമാണ്. that holiness is the peace of God. ഇപ്പോൾ എന്താണ് നമ്മൾ വായിച്ചു കേട്ടത്? Now what we have just വിശുദ്ധ heard, പത്രോസ് പറയുകയാണ്, St. Peter is telling, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, what God desireth of us, യേശു
വരുമ്പോൾ when Jesus cometh, നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കണം. ye may be found of him in peace. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of the Lord. ലോകം വളരെ സമൃദ്ധിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. This world has grown into great prosperity. എല്ലാ തുറകളിലും മനുഷ്യൻ ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. In all areas man has gone into such a great heights. മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സമാധാനമില്ലെന്നുള്ളതാണ്. But the greatest problem now mankind is facing is no peace. മാനസിക സംഘർഷം കൊണ്ട് മനുഷ്യന്റെ മനസ്സ് കലങ്ങി മറിയുകയാണ്. And the mind of man is having great trouble with all mental agony. മനുഷ്യന്റെ സമാധാനം കെടുത്തുന്നത് എന്ത് എന്ന് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. Let us all meditate that what really have problem with peace. എല്ലാ വിഷയം കൂടെ നമുക്ക് വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. We don't have enough time to think everything in detail. ഇന്ന് പിന്നെ ആള് കുറവായതുകൊണ്ട് നമുക്ക് വിശാലമായി ഇരുന്ന് കേൾക്കാമല്ലോ. Even today, since people are short, we can sit and listen. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of the Lord. നമുക്ക് എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. We don't have much time to tell in detail. യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? What Jesus desireth of us. യേശു വരുമ്പോൾ നമ്മൾ സമാധാനമുള്ള മനുഷ്യരായിരിക്കണം. When Jesus comes, he wants us to be found of him in peace. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരിക്കൽ യേശു പറയുകയാണ്, In the beatitudes of Jesus, he is declaring one thing. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are the peacemakers. അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. They shall be called the children of God. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളുടെ ഒന്നാമത്തെ ക്വാളിറ്റി അവരുടെ സമാധാനമാണ്. And that means one of the first quality of the children of God, they are peacemakers. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കണം. Let our presence give sufficient peace to others. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കണം. Let our life give sufficient peace to others. നോഹ ജനിക്കുമ്പോൾ When Noah was born, അവന്റെ അപ്പച്ചനും അമ്മയും ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. his father and mother took him in his ആ hands. കുഞ്ഞിനെ കയ്യിലെടുത്തു. And they took him in his hands. അതിനുശേഷം എന്താണ് പേരിട്ടത്? And what they have given അവന്റെ his പേര് name. നോവ. Its name is Noah. നോവ എന്ന് പേരിട്ടു. Noah, they have given him. എന്താണ് അതിന്റെ അർത്ഥം? What's the meaning? ദുഃഖഭൂമിയിൽ അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. In the sorrowful land, he will comfort us. ദുഃഖഭൂമിയിൽ അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. In a sorrowful land, he will comfort us. കാലങ്ങൾ കടന്നുപോയി. After days and years passed, അദ്ദേഹത്തിന്റെ അപ്പച്ചനും അമ്മയും മരിച്ചുപോയി. his father and mother died. പക്ഷേ ഇപ്പോൾ ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചു. But now the grace of God is meeting Noah. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. Noah received the grace of God. അതിന്റെ കാരണം എന്ത്? What is the reason behind നോഹ it? ദുഃഖഭൂമിയിൽ ആശ്വസിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. Noah is a man of God who will give peace or comfort in the sorrowful land. കാലങ്ങൾ പലത് കടന്നുപോയി. Again days passed away. ഒരു നാൾ നോഹ വ്യാകുലപ്പെട്ടു പോയി. One day Noah was troubled. നോഹയുടെ പെട്ടകത്തിന്റെ കാര്യം ദൈവം മറന്നുപോയോ? And he was thinking that why God has forgotten about his അപ്പോൾ ark. നോഹ വ്യാകുലപ്പെടാൻ തുടങ്ങി. Noah got troubled. നോഹ ഒരിക്കൽ ഒരു പ്രാവിനെ പറപ്പിച്ചു വിട്ടു. Noah once upon a time he ascended down. പ്രാവ് സമാധാനത്തിന്റെ ഒരു രൂപമാണ്. Dove shows it's a form of peace. ഇതാ ആ പ്രാവ് മടങ്ങി വരികയാണ്. And the dove came back. എന്തിനു വേണ്ടി? For what? നോഹയെ ആശ്വസിപ്പിക്കുവാൻ. To comfort Noah. നോഹയെ ആശ്വസിപ്പിക്കുവാൻ. To comfort Noah. അത് പറന്നു വരുമ്പോൾ അതിന്റെ വായിൽ ഒരു ഒലിവിന്റെ ഇലയുണ്ടായിരുന്നു. And when that dove came back, there was a olive tree leaf in that. നോഹ കൈനീട്ടി ആ പ്രാവിനെ പിടിച്ചു. Noah catch hold of that dove with his hand. അതിന്റെ ചുണ്ടിൽ നിന്ന് ആ ഒലിവല അവൻ പറിച്ചെടുത്തു. He has taken that olive leaf plucked അപ്പോൾ up. അവൻ ആശ്വാസവും പ്രത്യാശയും കിട്ടി. So he got a comfort and he അവൻ got hope. പറയുന്നു ദൈവം എന്നെ മറന്നിട്ടില്ല. And he is telling God has not forgotten me. കാര്യം അവൻ ജനിച്ചപ്പോൾ അവൻ ആശ്വസിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. Because while he was born in this earth, he was a comfortable man. നമ്മുടെ സാന്നിധ്യം ആശ്വാസമുള്ളതാണെങ്കിൽ, Yes, if our presence give comfort, നിശ്ചയമായും നമുക്കും ആശ്വാസം ലഭിച്ചിരിക്കും. surely we will receive comfort. അത് യാതൊരു സംശയവുമില്ല. No doubt in that. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of the അതിനാൽ Lord. നമുക്ക് സമാധാന പ്രിയരായി ജീവിക്കാം. So let us all be peacemakers. ദാവീദ് പറയുന്നു ഞാൻ സമാധാന പ്രിയനാണ്. David is telling, I love peace. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ ആകപ്പാടെ കലപശത്തായി പോകും. But when I start my conversation, there will be great trouble. ചില മനുഷ്യർ നല്ല സമാധാന പ്രിയരാണ്. And some people are good peacemakers. പക്ഷേ അവര് സംസാരിച്ചു തുടങ്ങിയ പ്രശ്നമായി. But if they start their conversation, it will be problem. അങ്ങനാണെങ്കിൽ അങ്ങനെയുള്ളവർ സംസാരിക്കാതിരിക്കണം. And if that is so, those people should stop talking. നാം ആഴമായി സമാധാനത്തെ സ്നേഹിക്കണം. We have to love peace in depth.
ഇന്ന് രാത്രി യേശു വരികയാണെങ്കിൽ If Jesus cometh tonight, എന്നെ കുറിച്ചും ബ്രദർ ഷാനുവിനെ കുറിച്ചും എന്തായിരിക്കും ചിന്തിക്കുന്നത്? what Jesus think about me and brother Shainu? ആ സമാധാനത്തോടെ ദൈവം മുമ്പിൽ കാണപ്പെടണം. He wants us to see, to be found in peace. അപ്പോൾ നമ്മുടെ സമാധാനം കെടുത്തുന്ന വിഷയം എന്താണ്? So what are the real topic which is a real hindrance to our peace? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of the Lord. അവൻ സമാധാനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നല്ലോ. He wants us to be found of him in peace. അതുകൊണ്ടാണല്ലോ തന്റെ സമാധാനം നമുക്ക് തന്നേച്ചു പോയത്. That's why his peace has given to us and he left. ഈ സമാധാനത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? What is the speciality of this peace? സകല ബുദ്ധിക്ക് മീതെ കവിയുന്നതാണ് ഈ സമാധാനം. It passeth over all knowledge of man. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of the Lord. നമ്മളെല്ലായ്പ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം. At all time we have to preserve that. നമ്മുടെ സമാധാനം കെടുത്തുന്ന വിഷയം എന്താണ്? What are the real topics which is a hindrance to our peace? പാപമാണ്. First is sin. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, That's why prophet Isaiah is telling, ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. yes, there is no peace for the wicked, our Lord God saith. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. Yes, the wicked have no peace. ഈ ലോകത്തിന് ഒരു പരിധി വരെ നമുക്ക് സമാധാനം തരാം. This world can give peace to an extent only. നിങ്ങൾ ബസ് യാത്രയിലാണെന്നിരിക്കട്ടെ, If you are going through in a bus, നിങ്ങൾ ദീർഘദൂരം യാത്ര ചെയ്തു പോകുകയാണ്. if you are in a long journey, അപ്പോൾ കുറെ നേരം നിങ്ങൾ നിന്ന് നിങ്ങളുടെ കൈകാലുകൾ കഴച്ചു. and after for much time you are standing, you are wearied. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ And on the way while you are going, പെട്ടെന്ന് സമീപത്തിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് മാറിയെന്നിരിക്കട്ടെ, suddenly one particular person who is sitting beside you stand up. നമ്മൾ ആ സീറ്റിൽ കയറിയിരിക്കും. Suddenly we will sit in that seat. നമ്മൾ എന്തു പറയും? And what will tell? സമാധാനമായി. Yes, I got peace. ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയപ്പോൾ സമാധാനമായി. Yes, I have found a seat and now I have peace. യാത്രക്കിടയിൽ ക്ഷീണിച്ചപ്പോൾ ഒരാൾ സഹായിച്ചു, അതിൽ സമാധാനമായി. So in the midst of the journey when you got wearied and you got peace. ചില മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ പറയും, ബസപ്പച്ച സമാധാനമായി. And some parents will, after the marriage of the children, they will tell, we have peace അതെ, now. ലോകത്തിനൊരു പരിധി വരെ നിങ്ങൾക്ക് സമാധാനം തരാം. This world can give peace to you only up to an പക്ഷേ extent. ആ സമാധാനത്തോടെ കാണാനല്ല യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. But our Lord Jesus does not want us to see in that peace. ആരാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്? Who will break our peace? അതിന് രണ്ട് ഭാഗമാണ്. It is two aspects. ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടന് സമാധാനമില്ല. First is the wicked have no peace. അല്ലെങ്കിൽ ഒരു പാപിക്ക് സമാധാനമില്ല. Otherwise a sinner have no peace. നിങ്ങൾ അവന്റെ മനസ്സ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ, You have to scan his mind. അവന്റെ ആത്മാവ് സമുദ്രമധ്യേ പറക്കുന്ന പക്ഷിയെ പോലെയാണ്. His spirit is like a bird which is flying above a sea. ആ പറക്കും തോറും അവൻ തളർന്നുകൊണ്ടിരിക്കുകയാണ്. And when he is flying, he will be wearying. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ While God has created man, അവൻ സമാധാനമില്ലാത്ത മനുഷ്യനായിരുന്നില്ല. he was not a man without peace. അവൻ നല്ല സമാധാനമുള്ള മനുഷ്യനായിരുന്നു. He was a man of peace. എന്നാൽ അവൻ പാപം ചെയ്തപ്പോൾ, When he has committed sin, അവൻ നിയമം ലംഘിച്ചപ്പോൾ, when he has transgressed the അവൻ commandment of the Lord, ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാതെ വന്നപ്പോൾ, when he ever disobeyed the word of the ഇപ്പോൾ Lord, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. he lost his peace from അവൻ him. ദൈവത്തെ വിട്ടുപോയപ്പോൾ, When he left from God, ദൈവം അവന്റെ ഹൃദയത്തിൽ നിന്ന് മൂന്ന് കാര്യമാണ് എടുത്തു മാറ്റിയത്. three things God has taken away from his ഒന്ന്, heart. സമാധാനം അവനെ വിട്ടുപോയി. First thing, peace left him. രണ്ട്, നീതി അവനെ വിട്ടുപോയി. Second thing, righteousness left him. മൂന്നാമത്, പ്രത്യാശ അവനെ വിട്ടുപോയി. Third, hope left him. ഇത് മൂന്നും അവന് നഷ്ടമായി പോയി. All these three things ഈ lost him. ലോകത്തിലെ ഒന്നിനാലും ആ പ്രത്യാശ ലഭിക്കത്തില്ല. You won't receive such a hope from anything in the ഈ world. ലോകത്തിലെ ഒന്നിനാലും മനുഷ്യന് നീതി ലഭിക്കത്തില്ല. Man will not receive righteousness by any means. ഈ ലോകത്തിലെ ഒന്നിനാലും അവനൊരു പൂർണ്ണ സമാധാനം ലഭിക്കത്തില്ല. Man shall not receive a perfect peace by anything in the world. അവൻ ഇനി എന്ന് ദൈവത്തിങ്കൽ തിരികെ വരുന്നുവോ, When that man come back to the Lord, അവൻ എന്ന് അവന്റെ സൃഷ്ടാവിങ്കൽ തിരികെ വരുന്നുവോ, when that man will be returning to his creator അപ്പോൾ ഈ God, മൂന്ന് കാര്യവും ദൈവം അവന് തിരികെ കൊടുക്കും. at that time these three things God will give him back. അതാണ് യേശു പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. That's what Jesus told, peace I leave with you. വീണ്ടും പറയുന്നു, യേശു നമ്മുടെ നീതിയായി തീരുകയാണ്. Again he is telling Jesus became our righteousness. അടുത്തതായി പറയുന്നു, യേശു നമ്മുടെ പ്രത്യാശയായി തീരുകയാണ്. Again it is told Jesus became our hope. ആകയാൽ എന്ന് ദൈവത്തിങ്കൽ തിരികെ ചെല്ലുന്നുവോ, So when we will return back to our അന്ന് Lord, മാത്രമേ മനുഷ്യന് സമാധാനം കിട്ടുകയുള്ളൂ. then only we will receive real peace from മനുഷ്യൻ God. പാപി ആയിരിക്കുന്നിടത്തോളം കാലം Till then man is found in അവന് sin. സമാധാനം ലഭിക്കത്തില്ല. He will not have
real peace. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, That's why St. Paul is telling, പാപം എന്നെ ചതിക്കുകയാണ്, yes, sin is deceiving me, പാപം എന്നെ കൊല്ലുകയാണ്, sin is killing me, പാപം എന്നെ മോഹം ഉളവാക്കുകയാണ്. sin bringeth lust in me. ദാവീദ് പറയുന്നു, അയ്യോ പാപത്താൽ ഞാൻ രോഗിയായി തീർന്നിരിക്കുന്നു. And David is telling that because of sin I am sick. യെശയ്യാ പ്രവാചകൻ പറയുന്നു, പാപമത്രേ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. Prophet Isaiah is telling, only sin separated from you from Lord. ഈ മനുഷ്യന്റെ പാപത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we learn about the sin of sinful man, പാപത്തിന് രണ്ടു വശമുണ്ട്. there are two aspects for sin. ഒന്ന് നാം ചെയ്തു പോയ പാപം, One is the sin which we have committed. രണ്ട് പാപം എന്നൊരു മൂല തത്വം നമ്മിലുണ്ട്. Secondly, there is a basic principle of sin in us. ഒന്ന് നാം ചെയ്തു പോയ പാപം, One is the sin which we have committed. രണ്ട് പാപം എന്നൊരു മൂല തത്വം നമ്മിലുണ്ട്. There is a basic fundamental principle of sin in നാം us. ചെയ്തു പോയ പാപം എന്ത് ചെയ്യണം? What about the sin which we have committed? ബൈബിൾ പറയുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. Bible says we have to confess our sins. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, And John is writing in his epistle, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിലോ if we confess our sins, ആ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. he will cleanse us from all unrighteousness. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ If we confess our അവിടെ sins, മൂന്ന് കാര്യങ്ങളാണ് ചേരുന്നത്. three things happen there. ഒന്ന്, ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ പാപം ക്ഷമിക്കുന്നു. First thing is the faithfulness of God, forgive our sins. രണ്ട്, യേശുവിന്റെ രക്തം ആ പാപത്തിന്റെ കറകളെ കഴുകുന്നു. Second thing, the blood of Jesus Christ cleanseth us from that sin. മൂന്ന്, ദൈവത്തിന്റെ നീതി ആ പാപത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നു. Third thing, the righteousness of God will break the bindings of that sin. യോഹന്നാൻ അങ്ങനെയല്ലേ പറയുന്നത്? Yes, St. John is telling നാം like that. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ If we confess our sins, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ and in order to forgive our ദൈവം sins, വിശ്വസ്തനും നീതിമാനുമാണ്. God is faithful and just. ആ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നത്. Yes, the faithfulness of God forgive all our sins. യേശുവിന്റെ രക്തമാണ് പാപത്തിന്റെ കറകളെ കഴുകുന്നത്. Yes, the blood of Jesus cleanseth us from all sins. ദൈവത്തിന്റെ നീതിയാണ് ആ പാപത്തിന്റെ ബന്ധനത്തെ അഴിക്കുന്നത്. Yes, the righteousness of God break all the bindings of that sin. നാം ചെയ്തു പോയ പാപം, Yes, the sins which ഇനി we have പാപം committed. എന്നൊരു മൂല തത്വം നമ്മിലുണ്ട്. Secondly, there is a basic principle of sin in us. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും പാപം ചെയ്തു പാപിയായതല്ല. All those who are gathered here, you are not became sinner man. ശ്രദ്ധിക്കുക, ലോകത്തിൽ പാപം ചെയ്തു പാപിയായ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. There is only one man in world who has committed sin and became a അത് sinner. ആദിമ മനുഷ്യനായ ആദാമാണ്. That is the first man, Adam. നമ്മൾ ആരും പാപം ചെയ്തു പാപിയായവരല്ല. We are not sinners because we have done sin. നാം ജനിച്ചത് പാപത്തിലാണ്. We have born in sin. ഒരിക്കൽ ദാവീദ് രാജാവ് പറയുകയാണ്, Once King David says, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. my mother conceived me in sin. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ തുടിക്കുമ്പോൾ പാപം അവനോടുകൂടെ തുടരുകയാണ്. When a man's life has starting in the belly of a womb of a mother, then sin has started. ശ്രദ്ധിക്കുക, പാപം എന്നൊരു മൂല തത്വം നമ്മിലുണ്ട്. Yes, there is a basic principle of sin in us. പൗലോസ് പറയുന്നു, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, St. Paul is telling, I desire to do good, ഞാനോ ഇച്ഛിക്കാത്ത തിന്മകളെ ചെയ്യുന്നു. but I do evil which I does not desire. ആ ഇച്ഛിക്കാത്തവയെ ചെയ്യുന്നുവെങ്കിലോ And if I do it, അത് ഞാനല്ല, it's not me. അത് ഞാനല്ല, It's not me. എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. It's the sin which lieth in me. എന്നിട്ട് പറയുന്നു, പാപം എന്നിൽ വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. Yes, again he is telling, I know sin lieth in me. വീണ്ടും പൗലോസ് പറയുകയാണ്, Again St. Paul is അയ്യോ telling, പാപം എന്നെ കൊല്ലുന്നു, oh sin kill me, പാപം എന്നെ ചതിക്കുന്നു, sin deceiveth me, പാപം എന്നെ രോഗിയാക്കി തീർക്കുന്നു, sin make me sick, പാപം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. sin make me to go അങ്ങനെ astray from the presence of God. പാപം എന്നൊരു മൂല തത്വം നമ്മിലുണ്ട്. So we see a basic principle of sin in ആ us. പാപം നമ്മിൽ ഉള്ളിടത്തോളം കാലം Whenever till now that sin is in നമ്മുടെ us, സമാധാനം കെട്ടുകൊണ്ടേയിരിക്കും. our peace we will lose അപ്പൊ it. നമുക്കിനി അതിനെ എങ്ങനെ ജയിക്കാം? How we can overcome that? നാം ചെയ്തു പോയ പാപം യേശുവിനോട് നമ്മൾ ഏറ്റുപറഞ്ഞു. We have to confess our sin to the Lord. സ്വർഗം നിങ്ങളോട് ക്ഷമിച്ചു, Heaven will forgive you. ദൈവം അത് മറന്നു. Yes, God will forget that. ആകയാൽ നിങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചു മറന്നുകളവി. Now you have to forgive yourself and forget ഇനി that. പാപം എന്നൊരു മൂല തത്വമുണ്ടല്ലോ. Yes, again another basic principle of sin in you. പൗലോസ് റോമാലേഖനത്തിൽ പറയുകയാണ്, When St. Paul is telling into പാപം Romans, എന്നെ കൊല്ലുകയാണ്, sin killeth me, പാപം എന്നെ ചതിക്കുകയാണ്, sin deceiveth me. ഞാനല്ല, പാപം
പാപമത്രേ അത് ചെയ്യുന്നത്. It's not me, sin doeth in me. അപ്പോ ആ പാപം എന്ന മൂലതത്വത്തിൽ എങ്ങനെ രക്ഷപ്പെടാം? So how we can be delivered from the fundamental principle of sin? അതിന് നമുക്ക് യേശുവിന്റെ ക്രൂശാണ് ആവശ്യം. We need the cross of Jesus. ഒരു ഭാഗത്തെ യേശുവിന്റെ രക്തം വേണം. And in one part we need the blood of Jesus. പ്രാണൻ ശരീരത്തെ വിടുന്നതുവരെ, till our soul leave our body. നമ്മുടെ ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയുന്നതുവരെ, till our spirit separate from our body. യേശുവിന്റെ രക്തം നമുക്ക് വേണം. We need the blood of Jesus. അവിടെയും തീരുന്നില്ല. Not only that, പാപം എന്നൊരു മൂലതത്വമുണ്ടല്ലോ. again we see the principle of അവൻ sin. നിങ്ങളിൽ മോഹത്തെ ഉളവാക്കുന്നില്ലേ? It will create lust in us. അവൻ നിങ്ങളെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നില്ലേ? It will deceive and kill us. നിങ്ങൾക്ക് എങ്ങനെ അവനെ ജയിക്കാം? How you can overcome that? അതിനാവശ്യം യേശുവിന്റെ ക്രൂശാണ്. Yes, we need the cross of Jesus for that. വിശുദ്ധ പൗലോസ് പറയുകയാണ്, St. Paul is telling, റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ വരുമ്പോൾ, when we come to book of Romans chapter 6 നിങ്ങൾ verse 6, ഇനിയും പാപം ചെയ്യാതെ വണ്ണം for you not to do sin again. നിങ്ങളുടെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശിക്കുക. Yes, your old man should be crucified with Jesus. ആ പാപം നിങ്ങളിൽ വാഴാതിരിക്കേണ്ടതിന്, For sin should not serve in us. നിങ്ങളെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശിക്കുക. That your old man should be crucified with the Lord. അവിടെ നമുക്ക് ആവശ്യം യേശുവിന്റെ ക്രൂശാണ്. Again we need the cross of Jesus ആ there. ക്രൂശിൽ മാത്രമേ ഒരു ജയജീവിതം കഴിയത്തുള്ളൂ. Only by cross we will receive an overcoming life. സാത്താൻ എവിടെയാണ് കീഴടങ്ങിയത്? Where Satan has been defeated. യേശു വെള്ളത്തിന്റെ മീതെ നടന്നപ്പോൾ സാത്താൻ കീഴടങ്ങിയില്ല. While Jesus was walking over the sea, Satan was not destroyed. യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോൾ സാത്താൻ കീഴടങ്ങിയില്ല. And Jesus given 5 loaves to the 5,000, Satan was not destroyed. യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ സാത്താൻ കീഴടങ്ങിയില്ല. When Jesus healed the sick ones, Satan was not defeated. സാത്താൻ എവിടെയാണ് കീഴടങ്ങിയത്? Where Satan has defeated, പൗലോസ് പറയുന്നു, St. Paul is telling, അവൻ സർവായുധ വർഗം വെച്ച് and he has kept all the weapons യേശുവിന്റെ ക്രൂശിലാണ് കീഴടങ്ങിയത്. at the cross of Jesus. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവവൈതലേ, If that is so, beloved child of God, നിന്റെ ജയകരമായ ജീവിതത്തിന് യേശുവിന്റെ ക്രൂശ് വേണം. you need the cross of Jesus for your overcoming life. നിങ്ങൾ പാപം ചെയ്യാതെ വണ്ണം, If you are not doing sin, നിങ്ങളുടെ പഴയ മനുഷ്യനെ your old man, നിങ്ങൾ യേശുവിനോടുകൂടെ ക്രൂശിക്കുക. you should crucify it with Jesus. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാൽ, Romans chapter 6 verse 6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്, പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അവിടെ നമുക്ക് ആവശ്യം യേശുവിന്റെ ക്രൂശാണ്. There we need the cross of Jesus. ക്രൂശിനെ കൂടാതെ ഒരു ജയജീവിതം സാധ്യമല്ല. Without cross we don't have an overcoming life. സാത്താൻ മറ്റെങ്ങും കീഴടങ്ങി തരത്തില്ല. Satan will not be defeated before us. ആ ക്രൂശ് സ്നേഹത്തിന്റെ രൂപമാണ്. That cross is a form of ആ love. ക്രൂശ് ത്യാഗത്തിന്റെ രൂപമാണ്. That cross is a form of ആ sacrifice. ക്രൂശ് വിശുദ്ധിയുടെ രൂപമാണ്. That cross is a form of holiness. എല്ലായ്പ്പോഴും നാം യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കണം. Let us all love the cross of Jesus always. അവിടെയാണ് ദൈവം നീതിയുടെ അങ്കി നെയ്തെടുത്തത്. And there the Lord has created a robe of righteousness. അവിടെയാണ് സാത്താൻ ആയുധം വെച്ച് കീഴടങ്ങിയത്. There Satan has kept all his armor and defeated. നാം യേശുവിന്റെ ക്രൂശിനോടുകൂടെ ചേർന്നിരിക്കണം. Let us all be joined to the cross of Christ. പുരാതന കാലത്തെ കത്തോലിക്ക സഭയിൽ ഒരു സെന്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായി. In earlier times in Catholic background there was a priest called St. Francis. അദ്ദേഹം ഒരു നല്ല ഭക്തനായ He മനുഷ്യനായി. was a godly saintly man. അദ്ദേഹം ഇങ്ങനെ യേശുവിനെ ആഴത്തിൽ He സ്നേഹിച്ചിരുന്നു. was a person who loved Jesus in അദ്ദേഹം depth. ഒരു യൗവനക്കാരനായിരുന്നു. He was a young man. അപ്പൊ എല്ലായ്പ്പോഴും താൻ യേശുവിനെ ആഴമായി സ്നേഹിക്കുമായിരുന്നു. And he always loved Jesus in depth. എന്നാൽ എപ്പോഴും താൻ വഴുതി ദൈവത്തിൽ നിന്നകന്നു പോകുമായിരുന്നു. But many times he will go astray from Lord. താൻ തന്റെ പരാജയത്തെ ഓർത്ത് കരയുമായിരുന്നു. And he will always cry about his failure. അപ്പോൾ ഒരു ദിവസം താൻ കരഞ്ഞുകൊണ്ടിരിക്കുക. So one day while he was crying, പെട്ടെന്ന് താൻ ഉറങ്ങിപ്പോയി. suddenly he got താൻ struck. അപ്പോൾ ഒരു ദർശനം കണ്ടു. He saw a vision ആ then. ദർശനത്തിൽ യേശു ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. In that vision he saw Jesus crucified. ആ ക്രൂശിനെ നോക്കി ഫ്രാൻസിസ് കരയാൻ തുടങ്ങി. Seeing the cross of Jesus, Francis was crying. അപ്പോൾ യേശു ചോദിച്ചു, ഫ്രാൻസിസ് എന്തിനാണ് നീ കരയുന്നത്? And Jesus is asking, "Oh Francis, why you are അവൻ crying?" പിന്നെയും കരയുവാൻ തുടങ്ങി. Again and again he was crying. ഞാൻ തെറ്റുകാരനാണ്. Oh Lord Jesus, I am a അപ്പോൾ failure.
യേശു പറഞ്ഞു, ഫ്രാൻസിസ്, നീയാണ് ലോകത്തിൽ ഏറ്റവും അധികം എന്നെ സ്നേഹിക്കുന്നത്. But Jesus told, oh Francis, you are the man who is loving അത് me more in കേട്ടപ്പോൾ this world. പിന്നെയും കരയാൻ തുടങ്ങി. And again he is crying much. അപ്പോൾ താൻ യേശുവിന്റെ ക്രൂശിന്റെ അടുക്കൽ ചെന്നു. And he went nigh to the cross of താൻ Jesus. യേശുവിനോട് പറയുകയാണ്, And he told Jesus, യേശുവേ, oh Jesus, നിന്റെ ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? you keep me, draw me nigh unto your cross. പാപത്തിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, When all temptations of sin came, അനുസരണക്കേടിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, when all temptations of disobedience come, ഞാൻ നിന്നെ വിട്ട് അകന്നു പോകാതിരിക്കുവാൻ, oh Lord, for me not to go astray നിന്റെ from you. ക്രൂശിനോട് കൂടെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? Oh Lord, hold me, keep nigh unto your അപ്പോൾ cross. താൻ ഒരു ദർശനം കണ്ടു. At that time he saw a vision. ആ ദർശനത്തിൽ താൻ ഇങ്ങനെയാണ് കാണുന്നത്. In that vision he saw like that. യേശു തന്റെ വലതു കരം ക്രൂശിൽ നിന്ന് ഊരിയെടുത്തു. Jesus had taken back his right hand from cross. ആണിയിൽ നിന്ന് യേശു കരങ്ങൾ എടുത്ത ശേഷം, And after taking his hand from the cross, താനിങ്ങനെ ക്രൂശിൽ നിന്ന് ചാഞ്ഞു ഫ്രാൻസിസിനെ ക്രൂശിനോട് ചേർത്ത് പിടിച്ചു. and he has taken Francis and kept him nigh to the cross. ചില പുരാതന കത്തോലിക്ക ദേവാലയങ്ങളിലും കത്തോലിക്ക കുടുംബങ്ങളിലൊക്കെ ഈ ഫോട്ടോ ഇരിപ്പുണ്ട്. And in some ancient Catholic cathedral and in their houses such a picture is there. ഒരു കൈ ഇങ്ങനെ ക്രൂശിൽ കിടക്കുകയാണ്, And one hand in the cross. ആ മറുകൈ കൊണ്ട് യേശുവിന്റെ ക്രൂശിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. And with the other hand he has kept this Francis near to ആ him. ഫോട്ടോ കണ്ടിട്ടുള്ളവരുണ്ടോ? Those who found that photo, ഞാൻ ഒരിക്കൽ യാദൃശ്യമായി ഫോട്ടോ കണ്ടു. I saw by accidentally that photo. പിന്നീട് ഇതിന്റെ അർത്ഥം എന്തെന്ന് ഞാൻ അന്വേഷിച്ചു. Then I was seeking about the truth behind that. അപ്പോഴാണ് ആ ഫ്രാൻസിസിനുണ്ടായ ദർശനമാണ്. And I saw that vision of പ്രിയ Francis, ദൈവ പൈതലേ, a beloved child of God. ഏകരമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ രഹസ്യം യേശുവിന്റെ ക്രൂശാണ്. Behind your overcoming life, the secret is the cross of Jesus. പാപം എന്നൊരു മൂല തത്വം നമ്മിലുണ്ട്. There is a basic principle of sin in us. ആ പാപം നിന്നെ വേട്ടയാടാതിരിക്കണമെങ്കിൽ For sin not to haunt before you, ആ യേശുവിന്റെ ക്രൂശിനെ ആഴത്തിൽ you സ്നേഹിക്കണം. have to love the cross of Jesus in depth. ക്രൂശ് ത്യാഗത്തിന്റെ അടയാളമാണ്. Yes, cross is the symbol of ക്രൂശ് sacrifice. മോക്ഷത്തിന്റെ അടയാളമാണ്. Cross is the symbol of salvation. ക്രൂശ് സ്നേഹത്തിന്റെ അടയാളമാണ്. Cross is the symbol of love. ക്രൂശ് ജയജീവിതത്തിന്റെ അടയാളമാണ്. Cross is the symbol of overcoming life. പാപം നിന്റെ സമാധാനം കെടുത്തുകയാണോ? When sin make your peace to be lost, നിനക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമില്ലേ? you decide to do good, നീ ഇച്ഛിക്കാത്ത തിന്മകൾ ചെയ്യുകയല്ലേ? but you are doing evil which you does അപ്പോൾ not desire. നിന്റെ മനസ്സ് വ്യാകുലപ്പെടുകയല്ലേ? At that time in your mind you will be എന്നാൽ agony. യേശുവിന്റെ ക്രൂശിനെ നീ സ്നേഹിക്കുവീ. But if you love the cross of Jesus, യേശുവിന്റെ കഷ്ടതയെ സ്നേഹിക്കുവീ. if you love the afflictions of Jesus, ആ കഷ്ടതയാണ് നിന്നെ ജയജീവിതത്തിലേക്ക് നടത്തുന്നത്. those sufferings will lead you to overcoming life. ഇല്ല, സാത്താൻ മറ്റെങ്ങും കീഴടങ്ങി തരത്തില്ല. No, Satan will not be defeated at any place. പക്ഷേ നീ വലിയ പണ്ഡിതനായിരിക്കാം, You may be a Bible scholar, നീ മറ്റുള്ളവരുടെ മുൻപാകെ മാന്യനായിരിക്കാം, you may be an honorable man before everybody, വലിയൊരു പ്രാസംഗികനായിരിക്കാം, you may be a great preacher, ലോകം മുഴുവൻ അറിയുന്ന ഒരു you മഹാനായിരിക്കാം. may be a great man with a great fame, എന്നാൽ അവിടെ ഒന്നും സാത്താൻ കീഴടങ്ങി തരത്തില്ല. but Satan will not be defeated before സാത്താൻ that. കീഴടങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. Satan will be defeated in one അത് place. നമ്മുടെ യേശുവിന്റെ ക്രൂശാണ്. That is before the cross of our Lord അവൻ Jesus. സർവായുധ വർഗം വെച്ച് ക്രൂശിലാണ് കീഴടങ്ങിയത്. Satan have kept his armor and been നീ defeated in the cross. ക്രൂശിനോട് എത്ര അടുത്തിരിക്കുന്നുവോ, How you are close to the cross, യേശുവിന്റെ കഷ്ടതയോട് നീ എത്ര അടുത്തിരിക്കുന്നുവോ, how much you are being nigh to the afflictions of Jesus. അപ്പോഴൊക്കെ നിനക്കൊരു ജയജീവിതം ഉണ്ടായിരിക്കും. All such times you will have an overcoming life. നീ ക്രൂശിനെ വിട്ട് അകന്നു പോകുമ്പോഴൊക്കെ If you go astray from the cross of Christ, നീ സാത്താന് കീഴടങ്ങിക്കൊണ്ടിരിക്കും. you are being defeated to Satan. ആകയാൽ നമുക്ക് യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കാം. That's why let us all love the cross of നമുക്ക് Christ. നമ്മുടെ യേശുവിന്റെ കഷ്ടതയെ സ്നേഹിക്കാം. Let us all love the afflictions of Jesus. പാപം നമ്മിൽ വാഴാതിരിക്കേണ്ടതിന് നമുക്ക് യേശുവിന്റെ ക്രൂശിനോടുകൂടെ ക്രൂശിക്കപ്പെടാം. For sin should be destroyed before us, let us all love the cross of Jesus. രണ്ടാമത് എന്താണ് പറയുന്നത്? Secondly, what is ആ told? പാപം നിന്നെ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ For the sin not to overtake you, നീ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം. you have to trust in the grace of ബൈബിൾ God. പറയുകയാണ്, Bible says, പാപം പെരുകുന്നിടത്ത് കൃപയും പെരുകിക്കൊണ്ടേയിരുന്നു. wherever sin aboundeth, grace to abound. ആ കൃപ ഉണ്ടെങ്കിൽ If that grace is നിനക്ക് there, ആ പാപത്തെ ജയിക്കാൻ കഴിയും. you can overcome that sin. ആ കൃപ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? For what you should do to receive that grace, താഴ്മയോടെ ജീവിക്കണം. you have to live humbly. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. For humble ones, surely God will give you നമ്മുടെ grace. ജയജീവിതത്തിന്റെ രണ്ടു ഭാഗമാണ് ഞാൻ പറയുന്നത്. This is the two part of our overcoming life. ഒന്ന്, നിങ്ങൾ
നിങ്ങൾ ചെയ്തു പോയ പാപം. One is the sins which you have committed. യേശു അത് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. Yes, Jesus will forgive you that. യേശുവിന്റെ രക്തം പാപത്തെ കഴുകിയിരിക്കുന്നു. The blood of Jesus has cleansed those sins. സ്വർഗ്ഗം അത് ക്ഷമിച്ചിരിക്കുന്നു. Heaven has forgiven us. ദൈവം അത് മറന്നിരിക്കുന്നു. God has forgotten ആകയാൽ that. നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുവീൻ. So you have to forgive yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുവീൻ. You have to forgive yourself. നിങ്ങളത് എന്നേക്കുമായി മറന്നുകളവീൻ. You have to forget it for all. നിങ്ങൾക്ക് പൂർണ്ണ സമാധാനം ലഭിക്കും. You will receive perfect peace. രണ്ടാമത് പാപം എന്നൊരു മൂല തത്വം. Secondly, a basic principle of sin. അത് നിങ്ങളിൽ ജന്മനാൽ കുടിയേറിയതാണ്. It has came into you by birth. അതിനി എന്നത്തേക്ക് പോകും? When it will flee from us. സ്നാനപ്പെട്ടാൽ പോകുമോ? When in waters of baptism it will അങ്ങനെയാണെങ്കിൽ go. സ്നാനപ്പെട്ട ശേഷം ഒരു പാപവും ചെയ്തുകൂടാ. And if that is so, after baptism you should not do any sin. പൗലോസ് പറയുകയാണ്, Yes, and Paul is telling, ഞാൻ മരിക്കുകയും പാപം പിന്നെയും ജീവിക്കുന്നു. I dieth but sin liveth in me again. എന്നാൽ ആ പാപത്തെ എങ്ങനെ ജയിക്കാം? But how we can overcome that sin? ഒന്ന് യേശുവിന്റെ ക്രൂശാണ്. First, cross of Jesus. രണ്ട് ദൈവത്തിന്റെ കൃപയാ. Second, grace of പാപം God. പെരുകുന്നിടത്ത് കൃപ പെരുകും. Yes, when sin aboundeth, grace to abound. നാം താഴ്മയോടെ ജീവിച്ചാൽ If you are humble person, ദൈവം നമുക്ക് ധാരാളം കൃപ തരും. God will shower much grace upon us. മൂന്നാമത് എന്ത് ചെയ്യണം? Thirdly, what we have to do, പൗലോസ് പറയുന്നു, St. Paul says, ആത്മാവിനെ അനുസരിച്ച് നടപ്പി. you have to do according to spirit. ആത്മാവിനെ അനുസരിച്ച് നടപ്പി. Live according to the spirit. എന്നാൽ ജഡത്തിന്റെ മോഹം നിങ്ങളിൽ നിവർത്തിക്കത്തില്ല. Then you shall not fulfill the lust of flesh in you. നമ്മൾ ആത്മാവിൽ നിറഞ്ഞു ജീവിപ്പീനെന്നല്ല, It is not to be filled in spirit. ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പീൻ. You have to obey the spirit. എന്നാൽ ജഡത്തിന്റെ മോഹം നിങ്ങളിൽ നിവർത്തിക്കത്തില്ല. Then the lust of flesh will not be ശ്രദ്ധിക്കുക, fulfilled. ജയകരമായ ജീവിതത്തിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, This is the third step of overcoming നമ്മൾ life. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. We have to walk and obey in the spirit. നമ്മൾ അതിൽ വളരെ പിന്നിലാണ്. And we are very behind. പലപ്പോഴും നമ്മൾ ആത്മാവിനെ അനുസരിപ്പിക്കുകയാണ്. We are trying to make spirit to ഇല്ല, obey. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് We ജീവിക്കണം. have to obey the spirit. നാലാമത് എന്ത് ചെയ്യണം? Fourthly, ഒരിക്കൽ ദാവീദ് പറയുകയാണ്, one time David told, നടുങ്ങുവീൻ, you have to tremble. നടുങ്ങുവീൻ. You have to be പാപം tremble. ചെയ്യാതിരിപ്പാൻ നിങ്ങളുടെ കിടക്കമേൽ ധ്യാനിച്ചു കൊള്ളുവീൻ. In your bed, you have to meditate God. ആ പാപം എന്ന മൂല തത്വം നിന്നെ ആക്രമിക്കുമ്പോൾ, When the basic principle of sin attack you, അത് നിന്നിൽ മോഹം ഉളവാക്കുമ്പോൾ, then it will create lust in you. അത് നിന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ, When it will deceive and kill at you. അത് നിന്റെ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റി കളയുമ്പോൾ, When it will make you go astray നീ from the Lord. ഒരിക്കലും ബൈക്കിലേക്ക് പോകരുത്. You should not go backward. ആ യേശുവിന്റെ ജീവനാണ് നിന്നിലുള്ളത്. Yes, the life of Jesus is in you. ആകയാൽ നീ യേശുവിന്റെ ക്രൂശിലേക്ക് പോകണം. So you have to go nigh unto the cross of നിന്റെ Lord. കൈകാലുകൾ യേശുവിനോടുകൂടെ ക്രൂശിക്കണം. You have to crucify your hands and feet നീ with Jesus. ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കണം. You have to live humbly in the presence of നീ God. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. You have to obey and walk according to spirit. നാലാമത് എന്തു പറയുന്നു? Fourthly, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പാൻ കിടക്കമേൽ ധ്യാനിച്ചുകൊള്ളുവീൻ. stand in awe and sin not. Commune with your own heart upon your bed. യേശുവിന്റെ ക്രൂശിനെ ധ്യാനിക്കണം. Yes, we have to meditate the cross of ദൈവം Jesus. നിന്നെ നടത്തിക്കൊണ്ടുവന്ന വഴികളെ ധ്യാനിക്കണം. We have to meditate the ways which the Lord is leading you. അതിലുപരിയായി വിശുദ്ധന്മാരുടെ വചനത്തെ നീ ധ്യാനിക്കണം. More than that, you have to meditate the words of the saints of God. നമുക്ക് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്യണം. We have to do an overcoming life. നമ്മുടെ യേശു വരുമ്പോൾ Yes, when our Jesus shall appear, നമ്മെ സമാധാനത്തോടെ കാണണം. He wants to see us in peace. നമ്മുടെ ആത്മാവ് സമാധാനത്തോടെ ഇരിക്കണം. Yes, our spirit should be found in peace. അങ്ങനെയാണെങ്കിൽ ഒരു ജയകരമായ ജീവിതം ചെയ്യണം. Then only we have to live an overcoming life. നമുക്ക് നമ്മുടെ അകൃത്യങ്ങളെ യേശുവിനോട് ഏറ്റുപറയാം. We have to confess all our iniquities to Jesus. നമുക്ക് യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കാം. Let us all love our cross of Jesus. കർത്താവായ യേശുവേ, Oh Lord Jesus. നിന്റെ ക്രൂശോടുകൂടെ എന്നെയും ക്രൂശിക്കണമേ. Oh Lord, crucify me along with your cross. എന്റെ മനസ്സിലെ പാപം നിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു എന്ന് ഞാൻ അറിയുന്നു. I know that because of my sins you have kept crown in your head. എന്റെ ഹൃദയത്തിലെ അകൃത്യം നിന്റെ വിലാപ്പുറം കുത്തി തുളച്ചെന്ന് ഞാൻ അറിയുന്നു. Because of my iniquity your back has been pierced. എന്റെ കൈകളുടെ പാപം നിന്റെ കൈകളിൽ ആണി അടിച്ചെന്ന് ഞാൻ അറിയുന്നു. Because of the sins of my hands your hands had been nailed. പ്രവാചകനായ യെശയ്യാവ് എന്തു പറയുന്നു? What prophet Isaiah is telling? നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. Because of our iniquities he is punished. നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ തകർന്നുപോയി. Because of our sins he was demolished. നമ്മുടെ യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കാം. Yes, let us all love the cross of Jesus. എപ്പോഴും ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. At all time we need
the desire within us. ചിലർക്കൊക്കെ ചെറിയ കഷ്ടം വന്നാൽ തന്നെ ഓടിക്കളയും. And if some people have small trouble, they will leave away. നമ്മുടെ കർത്താവായ യേശുവിനെ സ്നേഹിക്കണം. We have to love our Lord Jesus. ഞാൻ കർത്താവിനെ അനുഗമിച്ച നാൾ തുടങ്ങി എന്റെ ഉള്ളിൽ ആ ആഗ്രഹമുണ്ട്. Yes, I have a particular desire from the time which I follow Lord. ചില രാത്രിയിലൊക്കെ ഇരുന്ന് വിശുദ്ധന്മാരെ കഷ്ടതകളൊക്കെ ചിന്തിക്കും. And some nights I will meditate upon all the sufferings of saints of God. ശേഷം നമ്മൾക്ക് കഷ്ടതകളൊക്കെ വരുമ്പോൾ നാമും സന്തുഷ്ടരായിരിക്കും. And afterwards, if we have sufferings in our own life, എന്നാൽ യേശുവിന്റെ ക്രൂശിനെ നമ്മൾ സ്നേഹിക്കണം. but we have to love the cross of Jesus. നമ്മുടെ ജയകരമായ ജീവിതത്തിന്റെ പിന്നിൽ യേശുവിന്റെ ക്രൂശുണ്ട്. Behind the overcoming life, there is the cross of Jesus. പ്രിയ ദൈവപൈതലേ, Oh beloved child of God, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന് അറിയാം. yes, Lord know the desire of your heart. ആ ആഗ്രഹത്തെ മാനിച്ചാണ് ദൈവം നിനക്ക് ചില ക്രൂശ് തന്നിരിക്കുന്നത്. Desiring the honor of you, Lord has given such cross in your life. യേശുവിന്റെ ക്രൂശിൽ സന്തോഷമുള്ളവരെന്ന കരങ്ങൾ ഉയർത്തിക്കാൻ. Those who have joy in the cross of Jesus, you lift your ഞാൻ എന്റെ hand. കർത്താവിന്റെ ക്രൂശിനെ സ്നേഹിക്കുന്നു. Surely I love the cross of my കർത്താവേ, Lord. ആ ക്രൂശ് എടുത്ത് ഞാൻ നിന്നെ അനുഗമിക്കാം. Oh Lord, I will take up my cross and follow you. എല്ലാം നിന്റെ ക്രൂശാണ് കർത്താവേ. Oh Lord, my everything, my all in all is your നിശ്ചയമായും cross. സാത്താൻ നിനക്ക് കീഴടങ്ങി തരും. Surely Satan will be defeated before നിനക്ക് you. ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം ചെയ്യാൻ ദൈവം നിന്നോട് കൃപ ചെയ്യും. You can live an overcoming life and God will shower sufficient grace for that. ദൈവവചനത്തെ വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of അപ്പോൾ the നമ്മുടെ Lord. ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ പിന്നിൽ So behind the secret of our overcoming life, ഞാനിപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. I have told certain അതിൽ things. പ്രധാനപ്പെട്ടത് ഒന്ന് യേശുവിന്റെ രക്തമാണ്. And the important thing is blood of Jesus. രണ്ടാമത്തേത് യേശുവിന്റെ ക്രൂശാണ്. Second, cross of Jesus. നമ്മളെല്ലായ്പ്പോഴും യേശുവിന്റെ ക്രൂശിനെ ആഴത്തിൽ സ്നേഹിക്കാൻ. We have to love the cross of Jesus in depth. നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാരെല്ലാം അങ്ങനെയായിരുന്നു. All our forefathers, many saints of God was അവരുടെ likewise. എല്ലാ അവസാനം നിങ്ങൾ കണ്ടിട്ടില്ലേ? You have seen their end suffered. ദൈവവൈതലേ, Oh beloved പാപം child, നിന്നെ വേട്ടയാടുമ്പോൾ when sin haunt you, നീ അവന്റെ ക്രൂശിനെ സ്നേഹിക്കണം. you have to love the cross of നീ Jesus. താഴ്മയോടെ ദൈവകൃപയ്ക്കായി യാചിക്കണം. For humbly you have to ask the grace of നീ Lord. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. You have to obey and walk according to നീ Spirit. യേശുവിന്റെ ക്രൂശിനെ ധ്യാനിക്കണം. You have to meditate the cross of Jesus. അങ്ങനെയെങ്കിൽ നിനക്ക് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്യാം. If that is so, you can do an overcoming life. യേശു വരുമ്പോൾ When Jesus comes, നിങ്ങളെ സമാധാനത്തോടെ യേശുവിന് കാണണം. He wants you to see in ആകയാൽ peace. ഇനി പാപം നിന്റെ സമാധാനം കെടുത്തരുത്. So sin should not destroy your ഇന്ന് peace. രാത്രി നമുക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരാം. Let us all come to a decision tonight. ആരെങ്കിലും പാപഭാരം ചുമക്കുന്നവരുണ്ടോ? If anybody is carrying the burden of sin in life, യേശുവിനെ നോക്കി പാപങ്ങളെ ഏറ്റുപറയുവീൻ. look unto Jesus and confess your sins. ആ കാൽവരിയുടെ രക്തം കൊണ്ട് നിന്റെ പാപത്തെ കഴുകുവീൻ. By the blood of Calvary, cleanse all your sins. സ്വർഗ്ഗം നിന്നെ സഹായിക്കട്ടെ. May heaven help you for that. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. Go to the next part. രണ്ടാമത് നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നത് Secondly, what is the thing which hinders our peace? മനുഷ്യന്റെ ഭയമാണ്. Fear of man. ഭയം ഒരു വലിയ കെണിയാണ്. Fear is a great snare. മനുഷ്യൻ ഭയപ്പെടുകയാണ്. And man is having great fear. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ When man was created, മനുഷ്യൻ ഭയമുള്ള മനുഷ്യനായിരുന്നില്ല. man was not without any fear. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ While he sinned, ഇപ്പോൾ മനുഷ്യൻ പറയുകയാണ്, now man is telling, ദൈവമേ നിന്റെ കാലച്ച കേട്ട് ഞാൻ ഭയപ്പെടുന്നു. Oh Lord God, hearing your footstep, I got ഭയം troubled. ഭയങ്കര ഡേഞ്ചറാണ്. Fear is a great danger. ഭയമുള്ളിടത്തോളം കാലം നിങ്ങൾ സുരക്ഷിതരല്ല. If you are fearful, you will not be safe. ഞാൻ ഒരിക്കൽ ഒരു ബുക്ക് വായിച്ചു. Once I read a book. രണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. Two Christian missionaries. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. They are husband and അവർ wife. മെഡിക്കൽ ഫീൽഡിലെ രണ്ട് ഡോക്ടർമാരാണ്. They are two doctors in medical അവർ field. ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് They are roaming in and around many countries of the മനുഷ്യന്റെ world. ഭയത്തെ കുറിച്ച് അവർ റിസർച്ച് ചെയ്യുക. They were researching about the fear of man. അതിനുശേഷം അവരൊരു നല്ല ബുക്ക് എഴുതി. After that, they have wrote a good book. മനുഷ്യനെ അലട്ടുന്ന ഭയം. Yes, the fear which haunted അവർ man. കണ്ടെത്തിയത് 32 ടൈപ്പ് ഭയമുണ്ടെന്നാണ് പറയുന്നത്. And they have researched and found 32 types of fear. മനുഷ്യന് 32 ടൈപ്പ് ഭയമുണ്ട്. 32 types
types of fear. ഈ ഭയത്തിന്റെ എല്ലാ അടിസ്ഥാനം മരണഭയമാണ്. And all the basic fundamental of this fear is, ഈ മരണഭയം എന്ന വൃക്ഷത്തിന്റെ and this tree which is fear of death. ശിഖരങ്ങളായി 32 ഭയമുണ്ട്. And there are 32 branches for this ചിലർക്ക് tree. ഇരുളിനെ ഭയമാണ്. Some people have a fear of ചിലർക്ക് darkness. ചില പ്രാണികളെ ഭയമാണ്. Some have fear of insects. ചിലർക്ക് വലിയ ഇടിവെട്ടുന്നത് ഭയമാണ്. Some have fear this thunder. ശവമഞ്ചം കാണുന്നത് ഭയമാണ്. Some people fear coffin box. ചിലർക്ക് രക്തം കാണുന്നത് ഭയമാണ്. Some people fear blood. ചിലർക്ക് ആൾക്കൂട്ടത്തെ കാണുന്നത് ഭയമാണ്. Some people fear crowd. ഈ ഭയം ഒരു വലിയ കെണിയാണ്. So fear is a great snare. എത്രയോ കുടുംബങ്ങളെ ഈ പിശാച് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. Many families have been haunted by fear. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we learn about Job, ഇയ്യോബ് ഒരു നീതിമാനായിരുന്നു. Job was a righteous man. ഇയ്യോബ് ഒരു നിഷ്കളങ്കനായിരുന്നു. Job was an innocent man. ഇയ്യോബ് ഒരു നേരുള്ളവനായിരുന്നു. Job was a പക്ഷേ upright man. ഇയ്യോബ് ഒരു ധൈര്യശാലിയായിരുന്നില്ല. But Job was not a courage person. ഇയ്യോബ് പറയുകയാണ്, And Job is telling, അയ്യോ യഹോവേ, Oh Lord God, അയ്യോ യഹോവേ, Oh Lord God, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. what I feared, it came upon me. നമ്മൾ എന്തിനു ഭയപ്പെടുന്നുവോ For why we are getting fear, അത് തന്നെ നമുക്ക് ഭവിക്കും. that will happen to us. ചിലർ ചില രോഗത്തെ കണ്ട് ഭയപ്പെടും. Some people are fear of sickness. അന്ന് മുതൽ ആ ഭയം അവരെ വാഴാൻ തുടങ്ങും. That from that day, that fear will rule them. ചിലരിങ്ങനെ ചിന്തിക്കും, Some people will think, എന്റെ കുടുംബം തകർന്നു പോകുമോ? Oh Lord, my family is അധികം വൈകി broken. മുമ്പേ ആ കുടുംബം തകർന്നു പോകും. And very soon that family will be broken. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാകുമോ? Oh Lord, if I travel or journey, I will have an accident. 100% അവരുടെ വാഹനം അപകടത്തിൽ പെട്ടിരിക്കും. 100% their vehicle will be in accident. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, That's why Solomon is telling, ഭയം ഒരു കെണിയാണ്. fear is a ഇന്ന് snare. രാത്രിയിൽ ഭയനിമിത്തം സമാധാനം കെടുന്ന ആരെങ്കിലും ഉണ്ടോ? Anybody here has lost peace because of fear? ആരും ഭയനിമിത്തം സമാധാനം കെട്ടവരാകരുത്. Nobody should lost your peace because of fear. ഞാൻ 2 ദിവസം മുമ്പ് എന്റെ ഫെയ്ത്തോമിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്നു. Before 2 days, one small child was brought to faith. അവൾ ഒരു യാക്കോബ പശ്ചാത്തലത്തിലുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ്. She was a small lad of Jacobite അവൾ background. ഭയപ്പെട്ട് കരയുകയാണ്. And she is crying afraid. നല്ല മിടുക്കിയ ഒരു കൊച്ചു കുഞ്ഞ്. She is a good ഞാൻ അവളോട് child. ചോദിച്ചു, എന്താണ് വിഷയം? What is your problem? അത് അവളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു മുതിർന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. And one of her senior child in school got suicide. ആ മരിച്ച ആളിന്റെ പയ്യന്റെ ഫോട്ടോ ഫ്ലെക്സ് അടിച്ച് സ്കൂളിന്റെ വാതിക്കൽ വെച്ചു. And that dead boy, his photo was framed before the school. അപ്പൊ ഈ കുഞ്ഞു ചോദിച്ചു ഇതെന്താണെന്ന്. And that child asked why. ആരോ അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. And somebody explained. അതോടുകൂടി ആ കുഞ്ഞു പേടിച്ചു പോയി. And by that this child കുഞ്ഞിന്റെ got ഉള്ളിൽ afraid. ഭയം തട്ടി. And he got fear. ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ. Only one lone അവരുടെ അമ്മ child. കരഞ്ഞുകൊണ്ട് ഫെയ്ത്തോമിൽ വന്നിരിക്കുക. His mother crying to faith. ഓർക്കൂ, ഭയം ഒരു വലിയ കെണിയാണ്. Yes, you have to remember, fear is a ഇന്ന് great രാത്രി snare. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭയം നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ടോ? Tonight I am asking you, does fear lost your peace? നിങ്ങൾ രോഗത്തെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടോ? Are you fearing sickness in your life? ഇല്ല, ആ ഭയത്തോടെ നിങ്ങളെ കാണാൻ യേശു ആഗ്രഹിക്കുന്നില്ല. Yes, Jesus does not want to see you in that ഇന്ന് fear. രാത്രി ആ ഭയത്തോട് നിങ്ങൾ ഗെറ്റ് ഔട്ട് പറയുവേ. You have to say, get out to that fear. ഇന്ന് രാത്രി ആ ഭയത്തെ ആട്ടി പുറത്താക്കുവേ. You have to cast away that fear from ഈ your life. രാത്രി യേശുവിന്റെ സ്നേഹം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുവേ. Oh, even tonight, fill your heart with the love of തികഞ്ഞ Jesus. സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. Perfect love casteth away all fear. നിങ്ങളുടെ ഭയം നിങ്ങൾക്ക് കെണിയായി തീരരുതേ. Your fear should not be a snare to you. നിങ്ങളുടെ ഭയം നിങ്ങളെ രോഗികളാക്കരുതേ. Your fear should not make you sick. നിങ്ങളുടെ ഭയം നിങ്ങളുടെ കുടുംബത്തെ തകർക്കരുതേ. Your fear should not destroy your നിങ്ങളുടെ family. ഭയം നിങ്ങളെ അനർത്ഥത്തിൽ കൊണ്ടുപോകരുതേ. Your fear you shan't take you to ഈ രാത്രി iniquity. യേശുവിന്റെ സ്നേഹം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുവേ. Even tonight, fill your heart with the love of God. ഭയത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ടു പോകട്ടെ. Let the spirit of fear flee from you. ആ ശുശ്രൂഷയുടെ മുഖത്ത് പോലും ഭയപ്പെടുന്നവരുണ്ട്. Yes, in the face of ministry, many people will tremble. തീമോഥെയോസിന് കൂടെ ഈ ആത്മാവ് ഉണ്ടായിരുന്നു. Timothy has a fear of 10. ആ പൗലോസ് പറയുന്നു, അതുകൊണ്ടാ പറഞ്ഞ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നീ പ്രാപിച്ചത്. That's why St. Paul is admonishing him, we have not received the spirit of fear. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ ധൈര്യശാലികളായിരിക്കണം. Yes, in the face of our ministry, we should be fearless. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധൈര്യശാലികളായിരിക്കണം. In our life, we should be bold. ചില മനുഷ്യർക്ക് ഭയങ്കര ഭയമാണ്. Some people have much fear. ഇനി ഇത് കൂടാതെ ചില ഭയങ്ങളുണ്ട്. And more than that, there is some other fear. ഈ ഭയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we learn about fear, അതിന് 2 ഭാഗമാണ്. 2 parts in that. ഒന്ന് ജീവിതത്തിൽ
ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ, So first is some experience which happened in life. രണ്ടാമത് മറ്റുള്ളവരിൽ നിന്ന് കേട്ടുള്ള അറിവ്, And second is the things which are heard from others' life. പാരമ്പര്യമായി ചില ഭയമുണ്ട്. And traditionally there will be some നമ്മുടെ ചില fear. കുഞ്ഞുങ്ങളുണ്ട്, കുശുന്തി പിടിച്ച കുട്ടികളാണ്. There will be some naughty children around us. അവന്മാര് പകലൊക്കെ കിടന്നുറങ്ങിയിട്ട് രാത്രി ഉറങ്ങത്തില്ല. And in daytime they will be sleeping. At night they will be അപ്പോൾ roaming. അവന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഉറങ്ങണ്ടേ? And his father and mother they have to അപ്പൊ sleep. അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കും, And their mother will tell. ഓ എത്രയും വേഗം ഉറങ്ങിക്കോ, And you have soon you should അല്ലേ ഒരു sleep. ഉമ്മാക്കി വന്ന് നിന്നെ പിടിക്കും. Otherwise an evil or devil will come and catch അവനൊരു you. കൊച്ചു കുഞ്ഞാണ്. Even though it's a small അപ്പൊ അവന്റെ child. മനസ്സിൽ ഒരു ഉമ്മാക്കിയുടെ പടം അമ്മയാണ് വരച്ചു കൊടുത്തത്. And mother will draw a picture of such an evil ഈ thing in ഈ his. അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ അവിടെ അമ്മ ഈ ഉമ്മാക്കിയെ കുറിച്ച് പറഞ്ഞതാണ്. And with this mother was child, her mother was telling about this story. ഇങ്ങനെ പാരമ്പര്യമായി ചില അറിവുകൾ ഭയമുളവാക്കും. And traditionally such fear will create in man. ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഭയമുണ്ടാക്കും. And in some experience will create fear in you. എനിക്ക് പല കാര്യത്തിലും ധൈര്യം ഉണ്ടെങ്കിലും കരണ്ടെ കളിക്കാൻ എനിക്ക് ധൈര്യമില്ല. And I have many ball thing, but coming to electricity I am afraid. ആ കരണ്ടെ കളിക്കാൻ എനിക്ക് പേടിയാ. I fear to play with കാര്യം ഞാൻ current. കുഞ്ഞു ബാലനായിരിക്കുമ്പോഴേ ഇതാ ഇവിടെ ഒരു മൊത്തം കറുത്ത കൈയാണേലും ഇവിടെ ഒരു എക്സ്ട്രാ കറുത്ത പാടുണ്ട്. And when I was child, there is a black mark happened because of this. അപ്പൊ ഒരു ദിവസം ഞാൻ കരണ്ടെ കളിച്ചതാണ്. And when I played with electricity, ഒരു വയറ് ഉരുകി വന്ന് എന്റെ കയ്യെ വീണു. one wire was melted and came to ആ my കൈയുടെ hand. അത്രയും ഭാഗം പൊള്ളി അങ്ങ് പോയി. And that much place നീ became വളരെ marked. കൊച്ചാണ്. And I was a small lad. ഉള്ളിൽ ഭയങ്കര ഭയം തട്ടി. And I got great fear. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും കരണ്ടെ കളിക്കത്തില്ല. I will not play with electricity. മറ്റു കാര്യങ്ങളും നമുക്ക് അത്രയും പേടിക്കണ്ട. And the other things have much fear. ചിലർക്ക് നായെ ഭയങ്കര പേടിയാണ്. Some people have fear for dogs. ലോകത്തിൽ പ്രശസ്തനായിരുന്നു നെപ്പോളിയൻ. Napoleon is such a great അയ്യോ man. നെപ്പോളിയൻ എന്ന് കേട്ടാ യൂറോപ്പ് വിറയ്ക്കും. If you hear Napoleon, Europe will tremble. പക്ഷേ നെപ്പോളിയന് പാറ്റായെ പേടിയാണ്. But this Napoleon will fear that. നെപ്പോളിയൻ എന്ന് കേട്ടാ യൂറോപ്പ് കിട്ടുകിടാന്ന് പറയ്ക്കും. Napoleon, if you hear that, Europe will tremble. പക്ഷേ ഈ നെപ്പോളിയന് ചെറിയ പാറ്റായെ പേടിയാണ്. But Napoleon will fear this cockroach. അവന്റെ ആർമി ക്യാമ്പിൽ ഒരു പാറ്റ കയറിയാൽ And if an cockroach come to his അപ്പോൾ army നെപ്പോളിയൻ camp, അലറും. and suddenly Napoleon will cry aloud. ക്യാപ്റ്റന്മാരെ എല്ലാം വിളിച്ചു വരുത്തും. He will call all his captains. എത്രയും വേഗം അതിനെ തല്ലിക്കൊന്ന് അവന്റെ മുമ്പിൽ കൊണ്ടെന്ന് കാണിക്കണം. And suddenly they have to kill it and bring to his front. അവനെ യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ചു. And they have caught him in a war. ഇംഗ്ലണ്ട് സൈനാധിപൻ ലോർഡ് വില്ലിംഗ്ടൺ And England captain Lord Wellington അവനെ പിടിച്ച് ഇംഗ്ലണ്ടിൽ തടവുകാരനായി കൊണ്ടുവന്നു. catch hold of him and take as a prison. അതിനുശേഷം അവനെ തടവിൽ നിറക്കി അവനെ കപ്പലിൽ നിറക്കി കൊണ്ടുവരുമ്പോൾ And while he was taken back from ship, ക്യാപ്റ്റൻ ഓർഡർ ഇട്ട് വെടിവെക്കാൻ പറഞ്ഞു. and the captain told to shoot him. അപ്പോൾ ഒരു സൈനികൻ ഇങ്ങനെ തോക്കോങ്ങിട്ട് കൈ അങ്ങ് താഴേക്ക് പോയി. And a soldier and tried to shoot him, but he failed. അദ്ദേഹം തിരിഞ്ഞു പറഞ്ഞു, സാർ ഈ മഹാനെ വെടിവെക്കരുതേ എന്ന് പറഞ്ഞു. Sir, you should not shoot this great man. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു കപ്പ് ചായ കൊടുത്തു. And he gave one cup of tea. ആ കപ്പ് ഇങ്ങനെ സോസറിൽ കപ്പ് വെച്ച് കൊടുത്തിരിക്കുക. And tea was kept in a saucer. അതിങ്ങനെ മേടിച്ച് കുടിച്ചോണ്ടിരിക്കുക. While he was drinking it, ഒരു സൈനികൻ തലയുടെ പുറകിൽ തോക്ക് ചേർത്ത് വെച്ച് മേളിലേക്ക് വെടിവെച്ചു. and one soldier kept his gun back of that and he shot. അപ്പോൾ ഈ ചായക്കപ്പ് അനങ്ങിയില്ല. And this cup of tea was not shaken. അവന്റെ ധൈര്യം കണ്ടോ? And see his courage. പിന്നീടാണ് അവനെ സെന്റ് ഹെലൻ എന്ന ദ്വീപിലേക്ക് നാടുകടത്തിയത്. ആ മഹാനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു. And after that he was been passed through St. Helen that. പക്ഷേ അവന് പാറ്റായെ പേടിയാ. But he fear cockroach. ചിലർക്ക് വലിയ വിഷയങ്ങളൊന്നും പേടിയില്ല. And some people don't have much fear of great പക്ഷേ things. ചെറിയ ഊപ്പ കാര്യങ്ങൾ വരുമ്പോൾ പേടിയുള്ളവരെ കണ്ടിട്ടില്ല. Little tiny things they will fear. തോക്കും വെടിയുണ്ടെങ്കിൽ പേടിയില്ല, പാറ്റായെ പേടിയാ. They won't fear this gun and shot. ഇത് ഭയത്തിന് അടിമപ്പെടരുത്. You should not be a slave to sin. നമ്മളെ ആക്രമിക്കുന്നത് പോലും ഭയം കൊണ്ടാണ്. And because of us we are attacked because of fear. പാമ്പ് നമ്മളെ ആക്രമിക്കുന്നത് എങ്ങനെയാണ്? Why is serpent attack us? അത് നമ്മളെ ആക്രമിക്കുന്നത് നമ്മുടെ ഭയം കൊണ്ടാണ്. Because of our fear. നമ്മൾ ഭയപ്പെടാതെ അടുത്തിയെന്നേ. If you go without fear to it, അതൊരിക്കലും നമ്മളെ ആക്രമിക്കത്തില്ല. surely it will not attack us. ഞാൻ പണ്ട് ഉമ്മന്നൂർ ഇരിക്കുമ്പോഴേ when I was in Umanur before, എവിടെയോ പ്രസംഗം കഴിഞ്ഞു വന്നു. after a preaching when I came,
cave. ഫെയ്ത്തോം തുറന്നു. സിസ്റ്റേഴ്സ് അകത്തോട്ട് കയറുമ്പോ When sisters went inside unto Faithom, ഒരു മൂർഖം പാമ്പ് അവിടെ ഇരിക്കുക. there was an adder there. സിസ്റ്റേഴ്സ് എല്ലാം ഓടി And sisters ran പാമ്പേ away. പാമ്പേ പാമ്പേ എന്ന് പറഞ്ഞു. They cried about ഞാൻ snake. ചെന്ന് അവനോട് പറഞ്ഞു, And I told that. എടാ ഭൂമി എന്റെയും നിന്റെയും ഒരേ യജമാനന്റെ തന്നെയാ. And this earth is for me and you too, അതുകൊണ്ട് one master. ഞാൻ നിന്നെ കൊല്ലുന്നില്ല. I am not killing you. പിന്നെ നിന്റെ വല്യപ്പനാണ് ഈ പണിയൊക്കെ ഒപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കിയത്. Because your grandfather had done all those things and make us in such a situation. പാരമ്പര്യമായി നമ്മൾ ശത്രുക്കളാണ്. And traditionally we are enemies. എന്നാലും ഞാൻ നിന്നെ കൊല്ലത്തില്ല. But I will not kill you. അപ്പൊ ഞാൻ അടുത്ത് എന്ന് നോക്കി. And I see that. അവൻ എന്നെ ഒന്നും ചെയ്തില്ല. And it didn't do അപ്പൊ അതിൽ something. നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. And I understood such a thing from that. ഞാൻ ഭയപ്പെട്ടാലേ അവൻ എന്നെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. If I am fearful, surely it നമ്മൾ will attack ഏത് me. വിഷയത്തിന് ഭയപ്പെടുന്നു അവൻ ആ ഭയമാണ് നമ്മളെ വേട്ടയാടുന്നത്. Whatever thing we will fear, that fear will haunt നമ്മൾ us. ഏതൊന്നിനും സ്നേഹത്തോടെ ഇടപെട്ടോ. What you will do with love. ഇപ്പൊ ഞങ്ങള് ഒരിക്കലെ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് And in the recent flood, അവിടെയെല്ലാം ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി പോയി. there were such camps after the flood. അപ്പോൾ ആ ചെങ്ങന്നൂരിനടുത്താണ് ഞങ്ങൾ പോയത്. We went near Chenganur. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ While we are cleaning a house, ആ സമീപത്തെ ദൂരത്തെ ഒരു ചെറിയ കൂനയിൽ ഒരു നായി കിടക്കുന്ന കണ്ടു. and we see a small dog in a hut very far. ആരോ അവനെ വളർത്തിയതാണ്. And somebody has brought it. വലിയൊരു നായാണ്. And it was a അവൻ great dog. ഒഴുക്കിൽ വന്ന് പെട്ട പട്ടിണി കൊണ്ട് അവിടെ കിടക്കുക. And because of the flood, it came and it അപ്പൊ died. ഞാൻ ഇവനെ കണ്ടു. And I saw it. അപ്പൊ ഞാൻ ദൂരത്തുനിന്ന് വിളിച്ചേടാ നായിന്റെ മോനെ വാടാന്ന് പറഞ്ഞു. And I called that dog and ഞങ്ങള് took it. ഞങ്ങള് രക്ഷാപ്രവർത്തനത്തിന് വന്നിരിക്കുക, നീ വാടാന്ന് പറഞ്ഞു. We came to save the things. അപ്പൊ കൂടെ ഉള്ളവർ പറഞ്ഞു അച്ഛാ കളിക്കരുത്. And the people told അയ്യോ you should not അതിനോട് play. കളിക്കരുത്, അത് കടിക്കും. You should not play with the dog, it will bite ഞാൻ you. പിന്നെ സ്നേഹത്തോടെ വിളിച്ചേടാ വാടാ ഇങ്ങോട്ട് വാടാന്ന്. And I called it with love. അപ്പൊ അത് ഇഞ്ഞ് വന്നേ. And it came. കുറെ ദൂരത്ത് നിൽക്കുകയായിരുന്നു. And it was far അവന് away. നടക്കാനുള്ള ശേഷിയൊന്നുമില്ല. It was not able to walk. ദിവസങ്ങളോളം പട്ടിണിയാ, വെള്ളത്തിൽ നീന്തി കയറി വന്നാലേ. For many days it was in a troubled അപ്പൊ state. ഞാൻ അവനെ അടുക്കൽ വിളിച്ചു. And I called him. ഞാൻ പതുക്കെ അവന്റെ തലയൊക്കെ തിരുമി. And I shook his head. ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. And we had food. അവന് ഞങ്ങൾ മുട്ടയും ഉപ്പുമാവും ഒക്കെ കൊടുത്തു. We have given egg and upma. അവന്റെ തലയൊക്കെ ഒന്ന് തിരുമി. We have shaken his അവൻ head. എന്നോട് ഒരു 100 വർഷത്തെ പരിചയമായി. It will like 100 years friendship. എപ്പോഴും എന്റെ കൂടെ നിൽക്കുകയാണ്. And it's along with me. ഇപ്പം നമ്മുടെ ഒരു സീലാസ് ഉണ്ട്. And there was a Silas. സീലാസ് ഒരു തോർത്തും കൊണ്ട് വന്നിരിക്കുക. And Silas came with a towel. ആ നായെ ഓടിക്കാൻ. And in order to chase away the സീലാസ് dog. ഇങ്ങനെ ഒറ്റ ഓങ്ങി. And this. ഞാൻ പറഞ്ഞു സീലാസെ ഓങ്ങരുത്, നാഗേറി കടിക്കും. And I told Silas, you should not do like this. ഞാൻ ചിന്തിച്ചത് എന്നെ ഏതോ ചെയ്യാൻ വരികയാണെന്ന്. And but dog is thinking that this person is doing something. ഓടിച്ചെന്ന തോർത്ത് കടിച്ച് എന്റെ കൊണ്ടു തന്നു. And that dog had taken hold of the towel and given to me. അപ്പൊ ഞാൻ പോരുന്നവരെ അവന്റെ ബോഡി ഗാർഡായിട്ട് ഇങ്ങനെ കൂടെ നടക്കുക. And till I left, it was like a bodyguard to me. ഞാൻ അവനെ പെയ്ത്തോമി കൊണ്ടുവന്നേനെ, പെയ്ത്തോമി നാ വളർത്താൻ ഒക്കത്തില്ല. And I can bring to Faithom, but it can അപ്പോൾ എനിക്ക് happen. അതിൽ നിന്നും മനസ്സിലായി സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലുത്. And I came to know that love is the greatest thing in the world. ഞങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ അവൻ ഒരു 1.5 കിലോമീറ്റർ ദൂരം വാഹനത്തിന്റെ പുറകെ ഓടിക്കൊണ്ടേയിരുന്നു. While we were traveling back in vehicle, this dog was coming after us for 1.5 ഓർമ്മയിൽ kilometers. സൂക്ഷിക്കൂ, ഭയത്തിന് കീഴടങ്ങരുത്. Remember, you have not to be a slave of fear. അപ്പോൾ ഭയത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരണം. We have to come out of fear. അതിന് 2 വിഷയങ്ങളാണ്. 2 things behind ഒന്ന്, that. യേശുവിന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കണം. We have to fill the love of Jesus in our hearts. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? That's what Bible says. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. Perfect love casteth away fear. രണ്ടാമത് നമ്മളായിരിക്കുന്ന ആ ജീവിതത്തിന്റെ സുരക്ഷിതത്തെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. Secondly, we should be careful enough about the safety of our life. ദാവീദ് ഒരിക്കൽ പാടുകയാണ്. Once David is telling, ഈ പർവ്വതം കുലുങ്ങി സമുദ്രമധ്യേ പോയി വീണാലും ഞാൻ പേടിക്കത്തില്ല. even though this mountain will shake and it will go into the midst of the sea, I shall not fear. കാരണം എന്താണ്? What is the reason? നീ എന്റെ രക്ഷയുടെ വെളിച്ചമാണ്. You are my light of salvation. രാജാക്കന്മാർ എന്നെ ചുറ്റിയാൽ ഞാൻ ഭയപ്പെടത്തില്ല. Even though all the kings of enemy will come around me, I shall not fear. What is the reason? നീ എന്റെ രാജാവാണ്. You are my king. കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാൽ ഞാൻ പേടിക്കത്തില്ല. Even though I have to walk in the valley of death. കാരണം എന്താണ്? What is the reason? നീ എന്റെ ഇടയനാണ്. You are my shepherd. കൊടുങ്കാറ്റും തിരമാലയും വന്നാൽ ഞാൻ പേടിക്കത്തില്ല. Even though tides and waves നീ come across എന്റെ me, സങ്കേതമാണ്. you are my refuge. ഒന്ന്, നമ്മൾ എത്ര സുരക്ഷിതരാണെന്ന് അറിയുക. We need a knowledge that how much safe we are. രണ്ടാമതായി, Secondly, യേശുവിന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുക. fill our hearts with the love of അങ്ങനെ God. നമുക്ക് ഭയം വിട്ടു പുറത്തു വരാം. Therefore we can
can come out of that fear. ദയവായി നിങ്ങൾ ഭയപ്പെടരുത്. Nobody should be afraid. ഭയം നിങ്ങളുടെ സമാധാനത്തെ കെടുത്തും. Fear will break your peace. ഞാൻ ഒരിക്കൽ ഒരു ക്യാൻസർ രോഗിയെ കണ്ടു. Once upon a time I saw a cancer person. മുഖത്തിന്റെ ഭാഗം മുഴുവൻ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. One part of his face got of cancer. ഞാൻ ചോദിച്ചു, കുഞ്ഞുമോനെ നിനക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? I asked Kunjumon how it happened to you. പറഞ്ഞു, പാസ്റ്റർ പച്ചാ, ഞാൻ ചെറുപ്പത്തിലേ പേടിച്ചു പോയി. Pastor Pajan, I was afraid in my childhood days. ഞാൻ ഇതുപോലൊരു രോഗിയെ കണ്ടു പേടിച്ചതാണ്. I saw a patient like this and I got afraid. ആ രോഗം എനിക്ക് തന്നെ വന്നു. Finally that same sickness happened to me. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭയപ്പെടരുത്. Oh beloved children of God, you should not be afraid. യേശു നിങ്ങളോട് കൂടെയുണ്ട്. Jesus is with you. നിങ്ങളുടെ കാലടികൾ പാറയിലാണ് നിൽക്കുന്നത്. Yes, your footsteps are upon that ദൂതന്മാർ rock. നിങ്ങൾക്ക് കാവലാണ്. Angels are guarding you. യേശുവിന്റെ രക്തത്തിന്റെ സൂക്ഷിപ്പ് നിങ്ങൾക്കുണ്ട്. The safety or preservance of blood of Jesus is with യേശു you. രക്ഷയുടെ വെളിച്ചമായി നിങ്ങളോട് കൂടെയുണ്ട്. Jesus is the light of salvation and with you. ആകയാൽ ഇന്ന് രാത്രി ഭയം വിട്ട് പുറത്തു വരാം. Yes, let us all come out of that fear. ദേവിയേതു ഭയത്തിന് അടിമപ്പെടരുതേ. You should not be enslaved to that fear. അത് നിങ്ങളുടെ പ്രാണനെ തൊടും. It will touch your നിങ്ങളെ soul. രോഗികളാക്കും. It will keep you sick. നിങ്ങളെ നിരാശരാക്കും. It will keep you in നിങ്ങളുടെ discouraged മനസ്സിൽ state. ഭയങ്കര ഭയമുണ്ടാക്കും. And it will create great fear in your mind. മൂന്നാമതായി നമ്മുടെ സമാധാനം കെടുത്തുന്നത് ആരാണ്? Thirdly, what will create അത് problem in your peace? കുറ്റബോധമാണ്. Conviction. കുറ്റബോധം നമ്മുടെ സമാധാനം കെടുത്തും. And conviction will hinder our peace. ചിലർക്ക് പിന്നെ കുറ്റബോധം ഒന്നുമില്ല. But some other people does not have any conviction. നമ്മളെ ഈ CBI ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ, If the CBI will question ഈ certain പോലീസ് people, ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ this police department, they will question. അവരിങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. They will stare to our face. നമ്മുടെ മുഖത്തേക്ക് നോക്കും. They will look to unto our face. അപ്പൊ ഈ ലേഡീസ് പൊതുവെ കള്ളം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ? If ladies usually they lie, ഈ നെറ്റിയുടെ ഭാഗം ചുളുങ്ങി വിറച്ചുകൊണ്ടിരിക്കും. if their eyebrow and their forehead will be shake, അവരുടെ വലതുകാലിന്റെ പെരുവിരൽ തറയിൽ കിടന്ന് ഒരഞ്ഞുകൊണ്ടിരിക്കും. and their right toe of the leg will be shaken. ചിലരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ക്യാമറ ചുറ്റും വെച്ചിരിക്കുന്ന അതിനാണ്. And that's why camera has kept around this കാലിന്റെ people. ഭാഗത്തേക്ക് ഒന്നിരിക്കും. And it will go to their leg. നെറ്റിയുടെ ഭാഗത്തേക്ക് ഒന്നിരിക്കും. It will keep it on your forehead. ഓഫീസേഴ്സ് നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. Officers will ask from all four corners. അപ്പൊ ഈ നെറ്റി ചുളുങ്ങി വിറയ്ക്കുമ്പോൾ And when that forehead will മനസ്സിലൊന്നും വാഗൊണ്ട് വേറൊന്നും പറയുന്നതാണ്. and they are keeping something in mind and tell something from out. കാലിന്റെ വിരൽ തറയിൽ ഒരയുമ്പോൾ Then will keep their finger upon the floor. അടുത്തത് പറയാനുള്ളത് മനസ്സ് തപ്പുകയാണ്. And for next thing they are seeking to say. എന്നാ പുരുഷന്മാരെ നമ്മൾ നോക്കിയാൽ, But coming to man, അവർ കള്ളം പറഞ്ഞവണ നെറ്റി വലിഞ്ഞങ്ങ് മുറുകും. and if they tell lie, their forehead will be abroad. ചിലരെന്ത് ചെയ്യുന്നറിയാമോ? But others what it പല പ്രാവശ്യം കള്ളം പറഞ്ഞ് നേര് പറഞ്ഞും കള്ളം പറഞ്ഞ് നേര് പറഞ്ഞു ഈ നെറ്റി ചുരുങ്ങി വലിഞ്ഞ് ഇപ്പൊ അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഇല്ല. Many people they will tell lie and truth often, and there is no blood circulation in forehead. എന്നാ ചെയ്താലും വലിയ കുറ്റബോധമൊന്നുമില്ല. Whatever they do, there will not be any conviction. എന്നാ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? But if you see certain ചെറിയ people, കാര്യത്തിൽ കുറ്റബോധമുണ്ട്. for small little failure they will have കുറ്റബോധം conviction. നമ്മുടെ സമാധാനം കെടുത്തും. So such conviction which will hinder peace. കുറ്റബോധം ഉണ്ടാകുന്നത് രണ്ടു ഭാഗത്തു നിന്നാണ്. In two areas we will have conviction. ഒന്ന്, സാത്താൻ കുറ്റബോധം ഉണ്ടാക്കി തരും. Satan will convince us. സാത്താൻ ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാക്കി തരും. Satan will convince us. ഒരു ചെറിയ കടുകിന്റെ വലിപ്പമുള്ള വിഷയമാണ്. It is a small thing of mustard seed. സാത്താൻ പമ്പുവെ ചടി ഹിമാലയം പോലെ. And Satan will tell again and make it like Himalaya mountain. അതോടുകൂടെ ഇവന്റെ സ്വസ്ഥത പോയി. And because of that his rust will go. സാത്താന്റെ സാന്നിധ്യം കുറ്റബോധം ഉണ്ടാക്കും. Yes, the presence of Satan will give conviction. ഇപ്പോഴാണ് പലരും പോയി ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? At that time these people go and do suicide. യൂദായിക്ക് കുറ്റബോധം ഉണ്ടായി. Judas got അയ്യോ conviction. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. Yes, what I have done was wrong. പക്ഷേ അത് ദൈവ സാന്നിധ്യത്തിന്റെ കുറ്റബോധമല്ല. But it was not the conviction from the presence of God. ആയിരുന്നെങ്കിൽ അവൻ കെട്ടിത്തൂങ്ങി ചാകത്തില്ല. If it was so, എന്നാൽ he will not suicide. പത്രോസിന് കുറ്റബോധം ഉണ്ടായി. But St. Peter had conviction.
conviction. പക്ഷേ അത് ആത്മാവിന്റെ സാന്നിധ്യമാണ്. It is because of the presence of അതുകൊണ്ട് Spirit. അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. Because of that, he went outside and cried bitterly. രണ്ട് രീതിയിൽ നമുക്ക് കുറ്റബോധം ഉണ്ടാകാം. So, two kinds of conviction. എന്തിന്റെ കുറ്റബോധമാണ്? For what? ഒന്ന്, നമ്മൾ ചെയ്യേണ്ട പല കാര്യവും ചെയ്യാതെ പോയാൽ കുറ്റബോധം ഉണ്ടാകും. It is about the things which we have to do, but we fail to do. നമ്മുടെ ധർമ്മവും നീതിയൊക്കെ പാലിച്ചില്ലേ ഭയങ്കര കുറ്റബോധം If ഉണ്ടാകും. we keep righteousness and do all the moral things, there will be a great conviction. നമുക്ക് അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാകാറില്ലേ? Yes, such state will happen to us. അയ്യോ അതെനിക്ക് ചെയ്യാൻ ഒത്തില്ലല്ലോ, Yes, we will think it could not. ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ. Yes, I have not കഴിഞ്ഞ done that. ദിവസം അവിടെ കടമനാട് ഒരു മനുഷ്യൻ വന്നു. And previous day, one person came to അവനൊരു ചെറിയ Kadamara. മാനസിക രോഗിയെ പോലെയാ കാണിക്കുന്നത്. He was a mental patient. അവന്റെ വിഷയം കുറ്റബോധമാണ്. His problem was conviction. എന്താ സംഭവിച്ചത്? What was the problem? അവന്റെ മൂത്ത അപ്പച്ചൻ മരിച്ചുപോയി. And his elder Appachan മൂത്ത died. സഹോദരൻ വിദേശത്ത് പോയി. Elder brother went abroad. അദ്ദേഹമാണ് ഇവരെ എല്ലാം വളർത്തി വലിയവരാക്കിയത്. Those people were growing in them. എന്നാൽ അടുത്ത ദിനങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് അറ്റാക്കിൽ മരിച്ചുപോയി. And suddenly he also passed away because of attack. അദ്ദേഹത്തെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. Nobody to help him. അപ്പൊ എന്റെ അടുക്കൽ വന്ന് വാവിട്ടങ്ങ് കരയുക. And he came to me and cried aloud. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. How much I told him, he അയ്യോ could not ഞാനത് understand. ചെയ്യേണ്ടതായിരുന്നല്ലോ. Oh, I could have do likewise. എനിക്ക് എന്റെ അച്ചാച്ചന് വേണ്ടി ഒന്നും ചെയ്യാൻ ഒത്തില്ലല്ലോ. I could not do anything for my ഈ Achachan. കുറ്റബോധം നിങ്ങളെ വേട്ടയാടാറുണ്ടോ? If any such conviction for you, എപ്പോഴും നമ്മുടെ അപ്പച്ചൻ അമ്മയൊക്കെ മരിച്ചുപോയി, സഹോദരങ്ങൾ മരിച്ചുപോയി, നമ്മളതിൽ ഒന്നും ചെയ്യാൻ ഒത്തില്ലല്ലോ എന്നുള്ള കുറ്റബോധം നിങ്ങൾക്കുണ്ടോ? sometimes our parents or brethren shall die. Is there any conviction that we haven't do anything enough? ആ കുറ്റബോധം നിങ്ങളെ വേട്ടയാടാറില്ലേ? Such conviction is haunting you. ഉടനെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടാറില്ലേ? Suddenly your peace will be lost. അതൊരു വലിയ വിഷയമാണ്. That is a great thing. നിങ്ങൾ ഓരോ മനുഷ്യനോട് അടുത്ത് ചെല്ലണം. If you go nigh unto each person, അപ്പോഴാണ് അവരവരുടെ കാര്യങ്ങൾ പറയുന്നത്. you will come to know about such അയ്യോ things. അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ, Oh, I could not do that day. അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ, I could have done that day. ഞാൻ അന്ന് കരുണ കാണിച്ചിരുന്നെങ്കിൽ, I could have shown mercy that ഞാൻ ആ day. ദയ കാട്ടിയിരുന്നെങ്കിൽ, I could have shown അയ്യോ kindness ഞാൻ that അന്ന് day. അവനോട് പോയി നിരന്നിരുന്നെങ്കിൽ, I could have reconciled to that ഇങ്ങനെയുള്ള day. കുറ്റബോധം നിങ്ങളെ ഭരിക്കുന്നില്ലേ? All such conviction is leading you. ചെയ്യേണ്ട കാര്യം ചെയ്യാനൊക്കാതെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന്റെ കുറ്റബോധം. It is because of the lost opportunities with the things you have അങ്ങനെയുള്ള to do. കുറ്റബോധം ആരെയെങ്കിലും ഭരിക്കുന്നുണ്ടോ? Any such conviction is having in ഇനി anybody life. രണ്ടാമത്തെ വിഷയം ഏതാണ്? Secondly, അയ്യോ ചെയ്യേണ്ടാത്തതെല്ലാം ഞാൻ ചെയ്തു പോയി. and the things which I doesn't have do, I have done. ചെയ്യേണ്ടാത്ത പലതും ഞാൻ ചെയ്തു പോയി. Things which I have ഞാൻ not do, I ഒരു done. ദുഷ്ട മനുഷ്യനാണ്. I am such a wicked man. അദ്ദേഹം എന്നെ എത്ര സ്നേഹിച്ചതാണ്. How much he have loved എനിക്ക് me. വേണ്ടി എന്ത് കരുതിയതാണ്. How much he have cared me. അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ. Oh, how I could have done like that. ഇങ്ങനെയുള്ള കുറ്റബോധം നിങ്ങളെ ഭരിക്കുന്നില്ലേ? Such conviction is leading you. ആ കുറ്റബോധം നിങ്ങളുടെ സമാധാനം കെടുത്തുന്നില്ലേ? That conviction is breaking your ഇന്ന് peace. രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകാം. Even tonight, let us go nigh to നമുക്ക് Jesus. നമ്മുടെ അവസ്ഥകളെ ദൈവത്തോട് പറയാം. Let us all confess our state to കർത്താവേ, Jesus. ആ കുറ്റബോധം എന്നെ വേട്ടയാടുകയാണ്. Holy Lord Jesus, that fear is haunting me. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. Yes, it's a thing will happen like this. ദയവായി സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. Please don't give room to devil. യേശുവിന്റെ സമാധാനം പ്രാപിച്ച് ഇന്ന് രാത്രി ഇവിടം വിട്ടു പോകാവൂ. You should leave this place receiving the peace of Jesus. നിങ്ങളെ യേശു കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? How Jesus want to see you, സമാധാനത്തോടെ to found കാണണം. him in peace. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ ജീവിതയാത്രയിൽ പല മനുഷ്യരെയും കാണും. Yes, in our life's journey we will meet many people. ചിലർ ഞങ്ങൾക്ക് ലെറ്റർ എഴുതാറുണ്ട്. Some people will write letters to us. ഒരിക്കൽ ഒരു ലേഡി ലെറ്റർ എഴുതിയിരിക്കുക. Once upon a time a lady wrote a letter. ഇതുപോലൊരു വിഷയം എഴുതിയിട്ട് പറയുകയാണ്. And such an incident she had written. ഫാസ്റ്റപ്പച്ചനല്ലേ ചെങ്ങന്നൂർ പ്രസംഗിക്കുന്നത്? And Pastor Pachan is preaching in Changanur. ദയവായി ഇതിന്റെ മറുപടി ബൈബിൾ അടിസ്ഥാനത്തിൽ ഒന്ന് പറയാമോ? You have to reply for this question, basic of ഞാൻ Bible. വർഷങ്ങളായി ഭാരപ്പെടുകയാ. And for many years I am burdened. നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു പോയി നോക്കിക്കാട്ടെ. And you have to think your bag. ചിലപ്പോ നല്ല മനോഹര വസ്ത്രമൊക്കെ ധരിച്ച് സമൂഹ മധ്യം മാന്യരായിരിക്കാം. Sometimes you may be honorable people in the society ഇന്ന് with good രാത്രി garments. മരിച്ചാൽ ഞാൻ യെരൂശലേമിൽ എന്റെ കർത്താവിന്റെ അടുക്കൽ പോകുന്ന ധൈര്യമുള്ളവരെന്ന് കൈപൊക്കിക്കാട്ടെ. If you die tonight, you will go to Jerusalem before your Lord. If you have such bold, you lift your hand. അയ്യോ ഭയങ്കര ദുഃഖം, ആരുമില്ലല്ലോ, ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. And only a few people.
എന്തൊക്കെയോ നിങ്ങളെ ഭരിക്കുന്നില്ലേ? Such great things is ruling you. അയ്യോ, ഇങ്ങനെ കാണാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല. Jesus does not want to see in such a manner. യേശു ഇങ്ങനെ നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. Jesus does not want to see you in such a നിങ്ങൾ manner. സമാധാനമുള്ളവരായി കാണണം. You have to be found of him in നിങ്ങളുടെ peace. സമാധാനത്തെ കെടുത്തുന്നത് എന്താണ്? What will break your peace? പാപമാണോ? One is peace. ഇന്ന് രാത്രി നമുക്ക് യേശുവിനോട് ഏറ്റു പറയണം. Let us all confess it to Jesus. പാപത്തിന്റെ ശക്തിയാണോ? Is it the power of sin? യേശുവിനോടുകൂടെ ഇന്ന് രാത്രി ക്രൂശിക്കപ്പെടണം. Tonight let us all be crucified with Jesus. ഭയത്തിന്റെ ആത്മാവാണോ? Is it the spirit of fear? യേശുവിന്റെ സ്നേഹം കൊണ്ട് ഇന്ന് രാത്രി ഹൃദയത്തെ നിറയ്ക്കണം. Fill our hearts with the love of Jesus ക്രിസ്തീയ tonight. ജീവിതം എന്ന് പറയുന്ന ഒരിക്കലും ഒരു പ്രകടനമല്ല. Yes, Christian life is not at all an act. യേശുവിന്റെ ക്രൂശ് മരണം യാഥാർത്ഥ്യമാണോ? Yes, the Calvary's death or cross of Jesus യേശുവിന്റെ is a ക്രൂശ് reality. മരണം യാഥാർത്ഥ്യമാണോ? Is the cross of Jesus is a reality. എന്റെ യേശുവിന്റെ ക്രൂശ് മരണം സത്യമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? How many you can believe that the cross of my Jesus is reality? അങ്ങനെയുള്ളവരെന്ന കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ടെ. Those can lift your hands. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. By faith you confess. എന്റെ യേശുവിന്റെ ക്രൂശ് മരണം സത്യമാണ്. Yes, the death of the cross of my Jesus അത് is സത്യമാണെങ്കിൽ if that is real. ആ ക്രൂശ് മുഖാന്തരം Through that cross, എന്റെ ജയജീവിതവും സത്യമാണ്. yes, my overcoming life should be real. സാത്താൻ ലജ്ജിക്കട്ടെ. Let Satan be put to shame. നമുക്ക് സമാധാനത്തോടെ യേശുവിന്റെ മുമ്പിൽ നിൽക്കാം. Let us all be found of him in peace. ആ കുറ്റബോധമാണ് നമ്മളെ അലട്ടുന്നെങ്കിൽ, If that conviction is കർത്താവേ, troubling you, ശേഷിപ്പുള്ള കാലം ഞാൻ എന്റെ ധർമ്മവും നീതിയും പാലിച്ച് ജീവിക്കാം. oh Lord, in my remaining days of my life I will keep my righteousness and morality. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. God is not looking what you have done. ദൈവം നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. What Lord is doing with you. ഇന്ന് ഫ്രീ ആയിട്ട് എവിടെ വിട്ടു പോകാവൂ. You should go from this presence of God free. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of the Lord. പറഞ്ഞല്ലോ, ദുഃഖത്തോട് നിരാശയോടൊന്നും പോകരുത്. Nobody should go with sorrow and disappointment. എപ്പോ മരിച്ചാലും ആത്മാവ് സ്വർഗത്തിൽ പോണ്ടേ? Whenever we die, our spirit should go to heaven. എപ്പോഴും റെഡിയായിരിക്കണം. We should be ready always. ആത്മാവ് എങ്ങും പോയി തടഞ്ഞു വട്ടം കറങ്ങി ഒന്നും നടക്കരുത്. And our spirit should not roam here and there. പണ്ട് നമ്മളായിരുന്ന യാക്കോബായിലൊക്കെയാണ് പിന്നെ പ്രാർത്ഥിച്ചെങ്ങനെയും ഒരു മേളിക്കേറ്റും. ബന്ധുക്കോസുകാരായ നമുക്ക് അതുമില്ലല്ലോ. And if we are in Jacobite or a nominal Christian background, they will pray and take the spirit to നമ്മളെ that. കൊണ്ടുപോയി അടക്കും. ഇപ്പൊ മഴയും വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് അടക്കും. And if now there is a flood and rain, they will bury us soon. എന്നാലും ഒരു സത്യം ഇപ്പം സഭയിൽ നടക്കുന്നുണ്ട്. And but one truth is happening in church. എന്താ വാക്യം? What is the word? തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. Those who will give cold, he will be. അതുകൊണ്ടാണ് ഈ അപ്പച്ചനൊക്കെ അമ്മയൊക്കെ മരിക്കുമ്പോൾ 3-4 ദിവസം മോർച്ചറി വെച്ച് തണുപ്പിക്കുന്നത്. That's why whenever father or mother die, he will keep in mortuary. വേറെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ല. കുഞ്ഞുങ്ങളെ വളർത്തി തണുപ്പിച്ചതല്ലേ, അപ്പം കുഞ്ഞുങ്ങളും തണുപ്പിച്ചേച്ച് വിട്ടേക്കാം. And they don't have much thing to give it, and they will keep them in cold place and will. നമ്മളൊക്കെ മരിച്ചു കിട്ടും. നമ്മളെ കൊണ്ടുപോയി അവിടെ ഇപ്പൊ എല്ലാം കയറയിലും അങ്ങോട്ട് ഇറക്കുക. And if we die, we will keep in coffin box and keep in graveyard. ഒരു പിടി മണ്ണും വാരിയിടും. And they will keep. നമ്മൾ ഈ ലോകത്തിൽ നിന്നും ഒന്നും കൊണ്ടുപോകത്തില്ലെന്നേ. And we will not take anything from this world. ചിലരുടെ പോക്കും വരവും കൊണ്ട് കണ്ടാല് ഒരു ടൺ റബ്ബർ ഷീറ്റും കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാ പോകുന്നത്. And somebody will walk likewise, 1 ton of rubber sheet they will take. സഹോദരങ്ങളെ, നമ്മളൊന്നും മരിച്ചു കിട്ടാൻ ഇരിക്കുക. നമ്മുടെ മൂക്കി പഞ്ഞി വെക്കാൻ പിള്ളേർ പോക്കറ്റിൽ പഞ്ഞിയും കൊണ്ടാ നടക്കുന്നത്. And brethren, our children in keeping such things in their pocket to give at that time. നമ്മൾ വെള്ളം ഇറക്കുന്നില്ലെന്ന് കണ്ടാ ഉടനെ വെക്കും. സൂക്ഷിച്ചിരുന്നോണം. And yes, we have to take care. അതുകൊണ്ട് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. So we have to remind in our mind. സമാധാനത്തോടെ ജീവിച്ചു സ്വർഗത്തിൽ പോകണമേ. We have to keep peace in our life നമ്മളെ and go യേശു to heaven. സമാധാനത്തോടെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. Jesus wanted to see, to found him in peace. എന്താ കാരണം? What is the reason? പോകാൻ നേരം ആ സമാധാനം തന്നേച്ചാ പോയത്. Because when he left, he have given such peace. സമാധാനം കെടുത്തുന്ന വിഷയം എന്താണ്? What are the things which break our peace? ഒന്നിൽ ചെയ്തു പോയ പാപം. Other ones it may be sin. ദിനം പ്രതി വേട്ടയാടുന്ന പാപം എന്ന ശക്തി. Secondly, it is the power of sin which is haunting us. അല്ലെങ്കിൽ പ്രാണനെ ഭയപ്പെടുത്തുന്ന ഭയം. It may be fear which haunteth us. ഇനി അതിലുപരിയായി ഭയങ്കര കുറ്റബോധം. And thirdly, it will be great conviction. എന്തു മനുഷ്യർ അലിഞ്ഞു നടക്കുന്നുണ്ടെന്ന് How അറിയാമോ? many people are wandering here and ഭയങ്കര there കുറ്റബോധമാണ്. with great conviction. അയ്യോ, അവര് വ്യാകുലപ്പെടുകയാണ്. And they are in great agony. ആ ചെയ്യേണ്ട പല കാര്യവും ചെയ്യാതെ പോയി. They could not do certain things which they ഇനി had to do. അവസരം ഒരിക്കലും തിരികെ കിട്ടത്തില്ല. No such opportunity will come back. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു പോയി. Some things
they have already done. അതിലുപരിയായിട്ട് എന്താണ്? More than that, സ്വയ തീരുമാനം ചിലതെടുത്തു. they have taken certain own decision. അപ്പനും അമ്മയും വളർത്തിക്കൊണ്ടുവന്നതാണ്. Our parents are brought in good പക്ഷേ manner. അവരുടെ വാക്കിന് വില കൊടുക്കാതെ സ്വയ തീരുമാനമെടുത്തു. And without giving any value for their word, they have taken new അപ്പനും decision. അമ്മയും ദുഃഖിക്കേണ്ടി വന്നു. Because of that, their parents got in sorrow. എന്തു കുഞ്ഞുങ്ങൾ ദുഃഖിച്ച് നടപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Many children are in sorrowful way. അത് ഒരു നമ്മളെ എപ്പോഴും കുറ്റബോധം സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കും. Yes, our conviction will always break our peace. ഇനി നാലാമത് നമ്മൾ ചിന്തിച്ചാൽ, Fourthly, നമ്മുടെ സമാധാനം കെടുത്ത് നമ്മുടെ ചിന്താമണ്ഡലമാണ്. it is about our memory or mind. നമ്മുടെ ചിന്താമണ്ഡലം നമ്മുടെ സമാധാനം കെടുത്തു. Yes, our mind or memory will break our നമ്മുടെ peace. ചിന്തയ്ക്ക് രണ്ടു വശമുണ്ട്. And there are two aspects of our mind. ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ ചിന്തയാണെങ്കിൽ If this is your memory, ഈ ചിന്താമണ്ഡലത്തിന് അല്ലെ നിങ്ങളുടെ ബുദ്ധിക്ക് രണ്ടു വശമുണ്ട്. there are two parts or two place for that. അതൊന്ന് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഓർമ്മകളാണ്. And one is all the past experience or remembrance of all. ഒരു 3.5 വയസ്സ് മുതലുള്ള ഓർമ്മകൾ നമുക്കുണ്ട്. Or about from 3.5 age, such memories will be. 3.5 വയസ്സ് മുതലുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. From around 3.5 age, such memories will be in our life. അന്ന് നമുക്കുണ്ടായ പല മുറിപ്പാടുകളും ഇങ്ങനെ ആഴത്തിൽ കിടപ്പുണ്ട്. And such great wounds will be there in our memory. നമ്മുടെ ഓർമ്മയിലെ മുറിപ്പാടുകൾ ഒരു ഭാഗത്ത്, There are marks of such wound in one part. മറുഭാഗം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണ്. And the other part is concerning a ഞാൻ പറഞ്ഞല്ലോ, future. ഒരു ഭാഗം കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകളാണ്. One part is about all the remembrance of നമ്മുടെ past. മനസ്സിൽ മുറിവേറ്റ പല കാര്യവും ഓർമ്മയില്ലേ? All the things which happened as wounds in നമ്മുടെ our mind. പ്രിയപ്പെട്ടവരുടെ മരണ ഓർമ്മയിലില്ലേ? Yes, about the death of our dear ones. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളുടെ മുറിവുകൾ ഓർമ്മയില്ലേ? About the failures of our life. അത് ഓർമ്മ ഇങ്ങനെ ബാക്കിലേക്ക് കിടക്കുകയാണ്. It is to back. ഇനി ഫ്രണ്ടിലേക്ക് നോക്കിയാലോ, Towards front. നാളെ എന്തു സംഭവിക്കും? What will happen നമ്മുടെ tomorrow? അവസാനം എന്തായിരിക്കും? How shall be our end? ഇങ്ങനെ കഴിഞ്ഞതും വരുവാനുള്ളതും കൂടെ നിൽക്കുമ്പോൾ And about past and future it is ഇതിന്റെ ഇടയ്ക്ക് മൂന്നാമതൊരുവൻ കയറും. again third thing will come. അവന്റെ പേര് മനസാക്ഷിയാണ്. And it is conscience. മനസാക്ഷി ഒരു വെളിച്ചമാണ്. Conscience is a light. മനസാക്ഷി ഒരു ന്യായാധിപനാണ്. Conscience is a judge. നമ്മുടെ ഈ കഴിഞ്ഞുപോയ ഓർമ്മകളും വരുവാനുള്ള ചിന്തകളും നിൽക്കുമ്പോൾ, Yes, about our past things and the future memories. അവയ്ക്കിടയിൽ കയറി മനസാക്ഷി നിൽക്കും. And the conscience will stand before that. മനസാക്ഷിയുടെ വെളിച്ചത്തിൽ നാം ദൈവസിംഹാസനം കാണും. Yes, in the light of conscience we will see the throne of God. ആ നീതിയുള്ള വിധി നമ്മൾ കാണും. Yes, we will behold that righteous judgment. നീതിമാന്മാരുടെ പർദീസ നമ്മൾ കാണും. We will see the paradise of righteous one. ദുഷ്ടന്മാരുടെ യാതനാസ്ഥലം നമ്മൾ കാണും. We will see the problematic hell of അപ്പോൾ നമ്മുടെ ഉള്ളിൽ wicked ഭയം, ones. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടാകും. Then we will have fear. ഞാൻ പറയുന്നത് സത്യമാണോ? It is true. പലരും ഉറങ്ങിപ്പോകുന്നു. And people are sleeping. ഉടനെ അവസാനിപ്പിക്കാം. And we will finish it soon. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of നിങ്ങളുടെ Lord. സമാധാനം കെടുത്തുന്ന വിഷയമാണ് And this will break your peace. നമ്മുടെ ഓർമ്മ. Yes, our memory. ബൈക്കിലേക്ക് പോകൂ. Yes, you go to the past ഒരു things. 3.5 വയസ്സ് മുതൽ ഓർമ്മയുള്ളവരുണ്ട്. Right from 3.5 age you have ഞാൻ memory. വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നാട്ടിൽ ഇരിക്കുമ്പോൾ When many years before I ഞാൻ was in ഒരു Perinal, വീട്ടിൽ വിസിറ്റ് ചെയ്തു. I went to visiting to a ഞാൻ house. ആദ്യമായി നമ്മുടെ പാസ്റ്റേഴ്സിൽ ആദ്യം ഞാനാണ് അവിടെ കയറിയത്. And among our pastors I went there first. അവിടെ അന്ന് 2 കൊച്ചു പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി. There are 2 small girls അവർ there. വളരെ They are ദരിദ്രരായിരുന്നു. such poor people. അവരുടെ അമ്മ ഒരു രോഗിയായിരുന്നു. Their mother was sick. അവർക്ക് ജോലിയൊന്നുമില്ലാതെ ദരിദ്രപ്പെടുകയാണ്. They were in such without any work. ഒരു 26 വർഷം മുമ്പ്, 25 വർഷം മുമ്പാണ്. Before 25 long years. 24 വർഷം കൂട്ട 24 വർഷം മുമ്പ്. Before 24 years. അന്ന് അവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. And a small ഞാൻ child there. പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോൾ When I prayed and got അന്ന് over, ഞാൻ അവൾക്കൊരു 350 രൂപ കൊടുത്തു. I gave 350 rupees to 350 രൂപ കൊടുത്തു. 350 rupees. എന്റെ ഓർമ്മയിൽ അതില്ല. And in my memory it was not അന്ന് ആ there. കുഞ്ഞിന് 3.5 വയസ്സേ ഉള്ളൂ. At that time she had only 3 ഞാൻ years. അവളുടെ കയ്യിലാണ് കൊടുത്തത്. And I gave to her. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ After when I left, അവളുടെ അമ്മ അവളെ വിളിച്ച് കരഞ്ഞു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. and her mother embraced her and cried. അതിനുശേഷം പറഞ്ഞു, എന്തെങ്കിലും കുഞ്ഞ് ഭൂമിയിൽ ജോലി ചെയ്ത് പണം നേടുമ്പോൾ ഈ പാസ്റ്റപ്പച്ചൻ ജീവനോടിരുന്നാൽ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. And if you will find a good job, you'll get good salary, you have to return back to Pastor Pachal. എത്രയോ വർഷം കഴിഞ്ഞു പോയി. How many, after so many years? അവൾ ഇപ്പോൾ ദുബൈയിൽ എവിടെ ഒരു നേഴ്സാണ്. And she is a nurse in Dubai.
why. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് അവൾ കടമനാട് വന്നു. And before few days she came to പാസ്റ്റപ്പച്ചൻ എന്നെ Kadamanaru. ഓർമ്മയുണ്ടോ? Pastor Pachan, do you remember me? അയ്യോ, ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. Oh, I does not remember ഞാൻ ഇന്ന you. വീട്ടിലെയാണ്. I am from such a ഇത്ര house. വർഷം മുമ്പ് പാസ്റ്റപ്പച്ചൻ എന്റെ വീട്ടിൽ വന്നില്ലേ? For such long years before you came to our അന്ന് house. എനിക്ക് 350 രൂപ തന്നില്ലേ? You gave 350 rupees to അന്ന് me. എന്റെ മമ്മി എന്നെ കെട്ടിപ്പിടിച്ച് സത്യം ചെയ്തതാണ്. That day my mother embraced me and gave me a promise. പാസ്റ്റപ്പച്ചൻ രോഗിയായി കിടക്കുമ്പോൾ എന്റെ മമ്മി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. While Pastor Pachan was sick, my mother fasted and prayed. കർത്താവേ, ഇങ്ങനെ ഒരു കടമുണ്ട്, അത് വീടുവോളം തന്റെ പ്രാണൻ ശരീരത്തെ വിടരുതെന്ന്. Oh Lord, there is such a great debt. Before we could do it, you should not take his soul. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. And I was wondered. അവൾ അവളുടെ ആദ്യ ശമ്പളവുമായി എന്നെ തേടി വന്നിരിക്കുകയാണ്. And with her first salary, she came to ഞാൻ me. ചോദിച്ചു, അന്ന് നിനക്ക് എത്ര വയസ്സുണ്ട്? And I asked her, what was your അന്ന് age? അവൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. She had only 3.5 years. എന്റെ ഓർമ്മയിൽ നിന്ന് അത് പോയി. It left away from my പക്ഷെ അവളുടെ memory. ഓർമ്മയിൽ അത് But it എഴുതപ്പെട്ടിരിക്കുകയാണ്. was written in her ചില mind. കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലില്ലേ? Yes, some things are in your ആ memory. ഓർമ്മ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നുണ്ടോ? Is those memory are breaking your peace? അവയെ ഓർത്ത് നിങ്ങൾ ഭാവിയിൽ വ്യാകുലപ്പെടുന്നുണ്ടോ? Are you being agonized because of such a remembrance? ഇതിനിടയിൽ മനസ്സാക്ഷി നിങ്ങളെ വിധിക്കുന്നുണ്ടോ? In the midst of this conscience is നിങ്ങൾ judging സമാധാനം കെട്ടവരാ. യേശു നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. you. Lord Jesus does not want to see without peace. നമ്മൾ അവ മറക്കാൻ ശ്രമിക്കണം. We have to forget that. ചിലതൊന്നും മറക്കാനൊക്കത്തില്ല. Some certain things you cannot forget. ഒരു ലേഡിയെ കണ്ടു. Sometimes അവൾ before I എന്നോട് ഒരു saw a വാക്ക് പറഞ്ഞു. lady, she told me, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ആരുടേതാ പാസ്റ്റർ? oh Pastor Pacha, which is the greatest love in the world? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു അമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമാണ്. That is the love from a mother towards a child. ഒരു അമ്മ തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. Of a mother towards a child. അവിടെ കണ്ണ് നിറഞ്ഞൊഴുകി. And her tears came from her eyes. അവൾ പറയാണ്, ഞാൻ എന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞ് ഒരു പാവിയായ സ്ത്രീയാ പാസ്റ്റർ. I am a sinner woman who forgot my child. ഞാൻ ആ വാകുനൊക്കെ തിരുവെഴുത്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ. I told many things about scripture to try to അവൾ comfort her. പറഞ്ഞു, ഇല്ല പാസ്റ്റർ പച്ച. No, Pastor Pacha. ഇന്ന് ആ കുഞ്ഞുണ്ടെങ്കിൽ അവൾക്ക് ഒരു 5 വയസ്സ് പ്രായം കാണും. If today if that child is there, she could have 5 അവൾ years old. ജനിക്കുമ്പോൾ എന്റെ സാഹചര്യത്താൽ ഞാൻ അവളെ മറ്റൊരാൾക്ക് കൊടുത്തു കളഞ്ഞു. And because of my circumstances while she was ഇന്ന് born, I ഞാൻ sold her. 5 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്റെ ഉള്ളം വിറയ്ക്കും. And now when I see 5 years old girls, my mind goes trembled. എന്റെ ആ കുഞ്ഞെന്തിയെ? Where is my child? എന്റെ ആ കുഞ്ഞെന്തിയെ? Where will be my പ്രിയ child? ദൈവ പൈതലേ, Beloved child of God. മനസ്സാക്ഷി നിന്നെ വിധിക്കുന്നുവോ? Yes, conscience is judging you. ഓർമ്മകൾ നിന്നെ വേട്ടയാടുന്നുവോ? Memories are haunting you. അവയെ ഓർത്ത് നീ ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നുവോ? Are you worried about your ഇന്ന് future? രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകാം. Let us go nigh to Jesus. നമുക്ക് പരമാർത്ഥതയോടെ യേശുവിനോട് പറയാം, You can tell sincerely to കർത്താവേ, Jesus. ആ നിർമ്മലമായ ഒരു അവസ്ഥ എനിക്ക് തരണമേ. Oh Jesus, give me a sincere നീ heart. വരുന്ന നാളിൽ നിന്റെ മുമ്പിൽ സമാധാനത്തോടെ എന്നെ നിർത്തണമേ. Oh Lord, when you return back, I should be found on in peace. നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുകയാണ്. Yes, your memories are haunting you. മറക്കാൻ ശ്രമിച്ചിട്ട് കഴിയാതിരിക്കുകയാണ്. Yes, you are trying to forget and you could not do it. ആ മനസ്സാക്ഷിയുടെ വിധിയിൽ ന്യായവിധിയെ കണ്ടു ഭയപ്പെട്ടു വിറയ്ക്കുകയാണ്. Are you being afraid by the judgment of conscience? യേശു നിങ്ങൾക്ക് തന്ന സമാധാനം എങ്ങനെയാണെന്ന് അറിയാമോ? Do you know what about the peace which Jesus gave you? അത് സകല ബുദ്ധിക്കും മീതെ കവിയുന്ന It is a സമാധാനം. peace that passeth over all knowledge. നിങ്ങൾ ഒരു ഉറവയുടെ അടുക്കലേക്ക് പോകൂ. If you go near a stream, ആ ഉറവ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. it is always flowing. നിങ്ങൾ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് ആ ഉറവയിലേക്ക് ഇടുക. If you keep a stone above that, പെട്ടെന്ന് ആ ഉറവ അടയുന്നത് കാണാം. and suddenly we can see it will be പക്ഷേ ആ closed. ഉറവ അടഞ്ഞു പോകത്തില്ല. It will not be closed always. ഇച്ചിരി കഴിയുമ്പോൾ Afterwards, നിങ്ങളിട്ട കല്ലിന്റെ മേളിൽ കൂടെ ഈ വെള്ളം പൊങ്ങുന്നത് കാണാം. and above you, the stone which you have kept, this ആ water will പൊങ്ങി flow. പൊങ്ങി പൊങ്ങി നിങ്ങളിട്ട ആ പാറക്കഷത്തിന്റെ മേളിൽ കൂടെ ഒഴുകുന്നത് കാണാം. And it will rise up and finally it will flow above that നിങ്ങളുടെ stone. സമാധാനത്തിനിടയിൽ സാത്താൻ പാറക്കഷങ്ങൾ ഇടുകയാണോ? Yes, Satan is keeping many rocks or stones. ഇന്ന് രാത്രി യേശുവിന്റെ സമാധാനം ഒഴുകി വരികയാണ്. Tonight the peace of Jesus is flowing to you. ആ സമാധാനം സകല ബുദ്ധിക്കും മീതെ കവിയുന്നതാണ്. It is the peace of God which passeth all understanding. നിങ്ങളുടെ ബുദ്ധിയുടെ മേളിൽ കൂടെ കവിയുന്നതാണ്. It can passeth above all your understanding. നിങ്ങളുടെ ഓർമ്മയുടെ മേളിൽ കൂടെ കവിയുന്നതാണ്. It can passeth away over all your ഇന്ന് knowledge. രാത്രി നമുക്ക് യേശുവിനോട് പറയാം, Let us all tell to Jesus, യേശുവേ ആ സമാധാനം എനിക്ക് തരണമേ. Oh Jesus, give me that peace. നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന അടുത്ത വിഷയം എന്താണ്? What is the next thing will break your peace? അതാണ് രോഗം. That is sickness. ഒരുവൻ രോഗിയായി തീരുമ്പോൾ If one person is sick, ശ്രദ്ധിക്കൂ, അതിന് 3 വശങ്ങളുണ്ട്.
ഭാഗങ്ങളുണ്ട്. There are three aspects. ഒന്ന് രോഗത്തിന്റെ വേദനയുണ്ട്. It is there is pain for sickness. രോഗത്തിന്റെ വേദനയുണ്ട്. There is a certain pain for ഇന്ന് sickness. ഒരാൾ എന്നെ ഫോൺ ചെയ്യുമ്പോൾ Today when one of us called me, നാവിന്റെ അടിയിൽ ക്യാൻസർ രോഗമാണ്. he had cancer behind his യാതൊരു tongue. ട്രീറ്റ്മെന്റും ചെയ്തിട്ട് പ്രയോജനമില്ല. And he has done much treatment, could not do anything. വേദന കൊണ്ട് കരയുകയാണ്. And he is crying with pain. രോഗിക്ക് വേദനയുണ്ട്. Yes, a sick person. രണ്ട്, ഈ രോഗനിമിത്തം അവന്റെ മനസ്സിന് വ്യാകുലമുണ്ട്. Secondly, there is an agony in his mind. മൂന്നാമത് ഈ രോഗനിമിത്തം അവന്റെ ശരീരം ബലഹീനമാണ്. Thirdly, because of this sickness he have ഒരുപക്ഷെ weakness. ഈ രാത്രി നിങ്ങൾ അങ്ങനെയാണോ ഇരിക്കുന്നത്? Are you being in such a state even നിങ്ങൾ tonight? വേദനയോടെ ഇരിക്കുകയാണോ? Are you being in such a state നിങ്ങൾ tonight? വ്യാകുലത്തോടെ ഇരിക്കുകയാണോ? Are you being agonized? നിങ്ങൾ ബലഹീനതയോടെ ഇരിക്കുകയാണോ? Are you being weak? ഈ രാത്രി യേശുവിന്റെ അടുക്കൽ പോകൂ. Even tonight go to നമ്മുടെ Jesus. യേശു ക്രൂശിക്കപ്പെടുമ്പോൾ Whenever Jesus was crucified, അവൻ നമ്മുടെ സകല വ്യാധികളെ ചുമന്നിരുന്നു. he has borne all our sickness. അവൻ നമ്മുടെ വേദനകളെ വഹിച്ചിരുന്നു. He has taken all our griefs അവൻ and നമ്മുടെ agony. ബലഹീനതകളെ എടുത്തിരുന്നു. He has taken away all our weakness. ഇന്ന് രാത്രി അവന്റെ സമാധാനം പ്രാപിക്കാം. Let us all receive that peace tonight. നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന അടുത്ത വിഷയം എന്താണ്? What is the next thing which breaketh your peace? പക്ഷേ അത് ജീവിത It is the ഭാരങ്ങളായിരിക്കാം. burdens in your life. ജീവിത ഭാരം, It is the burdens of your life. കടഭാരം, The burdens of debt. നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം, Burdens about perishing children. അല്ലെ തകർന്നു പോകുന്ന കുടുംബത്തെ കുറിച്ചുള്ള ഭാരം. Burdens about broken families. എന്നാൽ എല്ലാം നന്മയ്ക്കാക്കുവാൻ ദൈവത്തിന് കഴിയും. But God is well able to do ഇന്ന് നീ everything for good. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നീ കാണും. If we believe tonight, we shall receive the glory of God. ഈ രാത്രി നമുക്ക് യേശുവിലേക്ക് പോകാം. Let us all go nigh unto Jesus. നമ്മുടെ യേശു മടങ്ങി വരാറായി. Yes, the coming of our Lord is so nigh. അവൻ നിങ്ങളെ എങ്ങനെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്? How he want to see you. നിങ്ങളെ സമാധാനത്തോടെ കാണണം. He want you to found him in ഒരു peace. നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. For one moment, let us all close our നമുക്ക് eyes. നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. Let us all go to the footstool of നമ്മുടെ Jesus. യേശുവിന്റെ മുഖം നമുക്ക് ധ്യാനിക്കാം. Let us all meditate the face of Jesus. പാപം നിന്റെ സമാധാനത്തെ കെടുത്തുന്നുവോ? His sin is breaking your ഇന്ന് peace. രാത്രി പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറവി. Let us confess all your sins to Jesus. സ്വർഗം അത് നിന്നോട് ക്ഷമിക്കുന്നു. Heaven shall forgive you. ദൈവം അത് മറക്കുന്നു. God will forget it. ആകയാൽ നീ നിന്നോട് തന്നെ ക്ഷമിക്കുക. So you have to forgive yourselves. നീ അത് മറന്നു കളയുക. You have to forget yourselves. പാപത്തിന്റെ ശക്തി നിന്നെ വേട്ടയാടുന്നുവോ? Is the power of sin is haunting നീ you. യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കുക. You have to love the cross of Jesus. നീ ദൈവകൃപയ്ക്കായി യാചിക്കുക. You seek for the grace of God. നീ അവന്റെ കാൽവരിയെ ധ്യാനിക്കുക. You have to meditate the cross of നീ Jesus. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. You have to obey and walk according to ഭയം spirit. നിന്നെ വേട്ടയാടുന്നുവോ? His fear is നീ haunting you. എത്രമാത്രം സുരക്ഷിതനാണെന്ന് അറിയുക. You make know that how much safe you are. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുക. You fill your hearts with the love of ഇന്ന് Jesus. രാത്രി നീ ഒന്ന് ഏറ്റുപറയുവീ. Even tonight you confess. യേശു എന്റെ രാജാവാണ്. Jesus is my King. യേശു എന്റെ രക്ഷയുടെ വെളിച്ചമാണ്. Jesus is the light of my salvation. യേശു എന്റെ സങ്കേതമാണ്. Jesus is my refuge. യേശു എന്റെ ഇടയനാണ്. Jesus is my shepherd. യേശു എന്റെ പരിചയമാണ്. Jesus is my shield. ഇല്ല, ഞാൻ ഒന്നും ഭയപ്പെടത്തില്ല. I shall not fear anything. പ്രിയ ദൈവ പൈതലേ, O beloved child of God, കുറ്റബോധം നിന്നെ വേട്ടയാടുകയാണ്. His conviction haunting you. നീ എന്ത് ചെയ്തെന്നല്ല ദൈവം ചോദിക്കുന്നത്. God is not asking what you have done. നിന്നെ കൊണ്ട് ദൈവം എന്ത് ചെയ്യിക്കുന്നു? What God is doing along with you. ദൈവം നിന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു? What God is doing with you. ആ ശിംശോന്റെ കൈകളിൽ Yes, in the hands of Samson. ആ കഴുതയുടെ താടി പോലെ നമുക്ക് താണിരിക്കാം. Yes, let us all be the jaw of hands. ദൈവം നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യിക്കട്ടെ. God wants to do greater things through you. നഷ്ടപ്പെട്ട അവസരം ദൈവം നിനക്ക് തിരികെ തരട്ടെ. God may give you lost opportunities. നഷ്ടപ്പെട്ട സാഹചര്യം ദൈവം നിനക്ക് തിരികെ തരട്ടെ. God may restore you all your lost കർത്താവേ, chances. ഒരു നിമിഷം നീ എനിക്ക് തന്നാൽ Oh Lord, if you give one moment, ഞാൻ എന്റെ കടപ്പാടുകളെ പാലിച്ചു കൊള്ളാം. I will do all my duties. നിശ്ചയമായും ദൈവം നിനക്ക് അവസരം തരും. Surely Jesus will give a chance. പ്രിയ ദൈവ പൈതലേ, Oh beloved child of God. ചിന്താഭാരം നിന്നെ ഭരിക്കുകയാണോ? Yes, the chaos of your life is leaving you. നിന്റെ പരാജയങ്ങൾ നിന്റെ ഓർമ്മയിൽ നിന്നെ വേട്ടയാടുകയാണോ? All the failures are haunting you in memory. വരാൻ പോകുന്നവയെ കുറിച്ച് നീ വ്യാകുലപ്പെടുകയാണോ? Are you being worried for the things to come? അതിന്റെ ഇടയിൽ മനസ്സാക്ഷി നിന്നെ വിധിക്കുകയാണോ? Is your conscience judging you? ഇന്ന് രാത്രി
യേശു നിനക്ക് സമാധാനം തരാൻ പോകുകയാ. Tonight Jesus wants to give you peace. ആ സമാധാനം എന്താണ്? What is that peace? സകല ബുദ്ധിക്കും ഇതേ കവിയുന്ന യേശുവിന്റെ സമാധാനം. A peace that passeth all understanding. എത്ര ദൈവമക്കൾ അത് ആഗ്രഹിക്കുന്നു? How many children of God is നമുക്ക് നമ്മുടെ there? കർത്താവിന്റെ അടുക്കലേക്ക് പോകാം. Let us call nigh unto Jesus. ഒരുപക്ഷേ ഇത് നിന്റെ ആത്മാവ് അവസാനം കേൾക്കുന്ന ദൈവവചനമായിരിക്കാം. This must be the last sermon which you are hearing. നിന്നെ ദുഃഖിതനായി കാണാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല. Jesus does not want to see you in നീ grief. പാപഭാരം ചുമന്ന് അലയുന്നവനായി കാണാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല. Jesus does not want to see you with the burden of sin. രോഗം നിന്നെ വേട്ടയാടുകയാണോ? Is sickness haunting you? ഇന്ന് രാത്രി യേശു നിന്റെ വേദനകളെ മാറ്റും. Tonight Jesus is removing നിന്റെ all your pain. വ്യാകുലത്തെ മാറ്റും. Jesus will remove all your grief. നിന്റെ ബലഹീനതയെ മാറ്റും. Jesus will remove all your weakness. ജീവിത പ്രശ്നങ്ങൾ വേട്ടയാടുകയാണോ? Is the problems of life haunting ഇല്ല, you? ദൈവം നിന്നെ അനാഥനായി വിടത്തില്ല. Surely God will not leave you comfortless. നിന്റെ ജീവിതം നശിച്ചു പോകത്തില്ല. He will not allow your life to be ദൈവം spoiled. ദാനമായി തന്ന നിന്റെ സന്തതികൾ നശിക്കത്തില്ല. Yes, God-given children will not be lost. ദൈവം നിനക്ക് തന്ന നന്മയെ സാത്താൻ തൊടത്തില്ല. Satan will not touch all the goodness of ഒരു you. അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. No plague shall come near you. ദൈവം നിന്നോട് കൂടെയുണ്ട്. God is with you. ദൈവം നിന്നോട് കൂടെയുണ്ട്. God is with you. ഇന്ന് രാത്രി നമുക്ക് നേച്ചു പറയാം. Tonight let us all confess that. ഞാൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല. I shall not fear any evil. യേശു എന്റെ രാജാവാണ്. Jesus is my king. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞാൽ Everybody confess that. ആരും അതരമടച്ചു മൗനമായിരിക്കരുത്. Nobody should close your lips and be ഈ silent. രാത്രി നിന്റെ രക്ഷയുടെ രാത്രിയാ. Tonight is the night of your ഈ salvation. രാത്രി നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാ. Tonight is the night of your ഈ രാത്രി healing. നിന്റെ വിടുതലിന്റെ രാത്രിയാ. Tonight is the night of your deliverance. പാപഭാരം നിന്നെ വിട്ടു പോകട്ടെ. Let the burden of sin leave you. ചിന്താഭാരം നിന്നെ വിട്ടു പോകട്ടെ. All your burden of your life leave you. ഓർമ്മയിൽ നിന്നെ വേട്ടയാടുന്ന മുറിപ്പാടുകൾ നീങ്ങട്ടെ. All your wounds in your memory leave you. യേശു ഇന്ന് രാത്രി നിന്നെ തൊടാൻ പോകുക. Jesus is going to touch you. എല്ലാവരും ശബ്ദം ഉയർത്തി ഏറ്റു പറഞ്ഞ Everybody cry aloud and confess. കർത്താവായ യേശുവേ, Oh Lord Jesus, നീ വരുന്ന ദിവസം when you come soon, ഞാൻ നിന്റെ മുൻപിൽ I should be found. സമാധാനത്തോടെ നിൽക്കും. I should stand in peace. ഞാൻ സത്യത്തെ സ്നേഹിക്കും. Help me to love truth. ഞാൻ സത്യത്തെ സ്നേഹിക്കും. I will love the truth. ഞാൻ പരമാർത്ഥതയെ സ്നേഹിക്കും. I will love sincerity. യേശുവേ, Oh Jesus, ഇന്ന് രാത്രി എന്റെ പാപങ്ങളെ കഴുകണമേ. please cleanse my sins. യേശുവേ, Oh Jesus, എന്റെ കൈകാലുകൾ നിന്നോടുകൂടെ ക്രൂശിക്കണമേ. let my hands and feet be crucified. സെന്റ് ഫ്രാൻസിസ് പറഞ്ഞതുപോലെ As Saint Francis had told, ഇന്ന് രാത്രി നമുക്ക് പറയാം, we can tell tonight, കർത്താവേ, Oh Lord, നിന്റെ ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. draw me nigh unto thy നിന്റെ cross. ക്രൂശിനോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. Keep me hold nigh to thy cross. പാപം എന്നെ വേട്ടയാടുമ്പോൾ, Oh Lord, when sin is haunting me, ചിന്താഭാരങ്ങൾ എന്നെ വേട്ടയാടുമ്പോൾ, all the cares of me is haunting me. അനുസരണക്കേട് എന്നെ വേട്ടയാടുമ്പോൾ, Disobedience is haunting me. അവിശ്വാസം എന്നെ വേട്ടയാടുമ്പോൾ, And unbelief is haunting me. യേശുവേ, Oh Lord Jesus, നിന്നെ വിട്ട് അകന്നു പോകാതിരിക്കാൻ not to go astray from you. നിന്റെ ക്രൂശോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം. Keep me tight, hold upon your എത്ര cross. ദൈവമക്കൾ ആഗ്രഹിക്കും? How many children of God desire? ആഗ്രഹിക്കുന്നവർ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. Those who desire, lift your right hand. ഇന്ന് രാത്രി ഒന്നിച്ചൊന്ന് ഏറ്റു പറഞ്ഞു, Along we together should എന്റെ confess. അറിയായ്മയിൽ ചെയ്തു പോയ പാവങ്ങൾ എന്നോട് ക്ഷമിക്കണം. Oh Lord, please forgive the sins which I have done in ignorance. കർത്താവേ, ഇനിമേൽ അതെന്റെ മേൽ വാഴാതിരിക്കേണ്ടത്. Oh Lord, those sins should not rule me. എന്റെ പഴയ മനുഷ്യനെ നിന്നോടുകൂടെ ക്രൂശിക്കണം. I am crucifying my old man. കർത്താവേ, ഞാൻ ഭീരുവായ ഒരു Oh മനുഷ്യനാണ്. Lord, I am a coward man. അയ്യോ, ശത്രുവിന്റെ ആരവം കേട്ട് ഭയപ്പെടാൻ നീ എന്നെ അനുവദിക്കരുത്. Oh Lord, you should not allow me to hearing the noise നിന്റെ of the enemy. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ സൂക്ഷിക്കണം. Keep me inside the fortress of your യേശുവേ, blood. വർഷങ്ങളായി കുറ്റബോധം എന്നെ For many ഭരിക്കുകയാണ്. past years, this conviction is ഞാൻ ruling me. ചെയ്യേണ്ട പല കാര്യവും ചെയ്യാതെ പോയി. I could not do many things which I have to do. അത് എന്റെ തെറ്റായി പോയി കർത്താവേ. I admit as my ഇനി failure. നീ എനിക്ക് അവസരം തരണമേ. If you give one more chance, ഞാൻ ചെയ്യേണ്ടാത്ത പലതും ചെയ്തു പോയി. I have done many things which I should എന്റെ not do. അതിക്രമം എന്നോട് ക്ഷമിക്കണമേ. Oh Lord, forgive my transgression. കർത്താവേ, ചിന്ത എന്നെ വേട്ടയാടുകയാണ്. Oh, my memories will haunting me. എന്റെ മുറിവുകളെ കെട്ടിത്തരണമേ. Oh Lord, bind my എന്റെ wounds. കഴിഞ്ഞ കാലത്ത് വന്ന മുറിവുകളൊന്ന് കെട്ടിത്തരണമേ. Oh Lord, bind my wounds. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവേ. Oh Lord, I am again seeking you. ആ ജീവിത ഭാരം എന്നെ വേട്ടയാടുകയാണ്. Yes, all the burden of my life is ഭൂമിയിൽ എന്നെ
എന്നെ സഹായിപ്പാൻ ആരുമില്ല കർത്താവേ. Nobody is there to help in this എങ്കിലും world. ഞാൻ വിശ്വസിക്കുന്നു, But I believe you. നീ എന്നെ അനാഥനായി വിടത്തില്ല. You shall not leave me comfortless. നീ എന്നെ അനാഥനായി വിടത്തില്ല. You shall not leave me comfortless. എത്ര പേർ യേശുവിന്റെ മുഖം കണ്ടു? How many you can behold the face of Jesus? യേശുവിന്റെ മുഖം എത്ര പേര് കണ്ടു? How many you can behold the face of Jesus? ഇന്ന് രാത്രി ഭയത്തെ ശാസിക്കുവേൻ. You rebuke all the fear. ഇന്ന് രാത്രി ചിന്താഭാരത്തെ ശാസിക്കുവേൻ. You rebuke all the burdens of life. ഇന്ന് രാത്രി ജീവിതഭാരത്തെ ശാസിക്കുവേൻ. You rebuke all the burdens of your life. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. Surrender your hearts for the Holy Ghost. മനക്ലേശതാരങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കുറുമ്പിനോട് തുടച്ചു ഭയത്തിനായി തുറച്ചവനേ. തിരുക്കുറുമ്പിനോട് തുടച്ചു ഭയത്തിനായി തുറച്ചവനേ. മനക്ലേശഭാരങ്ങളാ മുഖം കണ്ടുകൊണ്ട് ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ കണ്ടുകൊണ്ട് ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കുറുമ്പിനോട് തുടച്ചു ഭയപ്പെടേണ്ടായും തുറച്ചവനേ. തിരുക്കുറുമ്പിനോട് തുടച്ചു ഭയപ്പെടേണ്ടായും തുറച്ചവനേ. മനക്ലേശഭാരങ്ങളിലാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശഭാരങ്ങളിലാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കുറുമ്പിനോട് തുടച്ചു ഭയപ്പെടേണ്ടായും തുറച്ചവനേ. 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 തിരുക്കുറുമ്പിനോട് തുടച്ചു ഭയപ്പെടേണ്ടായും Hallelujah.
ഹല്ലേലൂയാ. നമ്മുടെ കഷ്ടങ്ങളുടെ വേളയിൽ, ദുഃഖങ്ങളുടെ വേളയിൽ, ഭാരങ്ങളും ദുഃഖത്തോടും വേദനയോടും മുൻപോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ സമാധാനം നൽകി, ആശ്വാസം നൽകി സഹായിക്കുന്ന നല്ല ഒരു ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഈ അനുഭവം പ്രാപിക്കുവാൻ കഴിയാതെ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളിൽ ആരെങ്കിലും രക്ഷയുടെ അനുഭവം പ്രാപിക്കാതെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. എന്താണ് നമുക്ക് ജീവിതത്തിൻ്റെ ആവശ്യം? സമാധാനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സ്വസ്ഥതയുടെ അനുഭവം നമുക്ക് ആവശ്യമാണ്. ഇവിടെ നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നുവെങ്കിൽ, സമാധാനത്തോടെ നാം ജീവിക്കുന്നുവെങ്കിൽ, ഒരു നിത്യരാജ്യം ദൈവം നമുക്കായി ഒരുക്കുന്നു. ഈ ഭൂമിയിലെ വാസം കേവലം ചിലപ്പോൾ 100, 125, 150 വയസ്സോടെ ജീവിക്കാം. പക്ഷേ നിത്യതയിൽ നമ്മുടെ യേശുവിനോട് വസിക്കുന്ന അനുഭവം ദൈവമക്കളെ 100, 150 അല്ലെങ്കിൽ 100,000 കോടിയോ അല്ല, എത്രയോ വർഷങ്ങൾ നീണ്ട കാലഘട്ടം നമ്മുടെ പ്രിയനോട് വസിപ്പാൻ കഴിയും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. ഈ ലോകത്തിൽ ചിലപ്പോൾ കഷ്ടങ്ങളിൽ കൂടെ, ദുഃഖങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എങ്കിലും എല്ലാറ്റിനും പരിഹാരം യേശു മാത്രമാണ്. ഈ ലോകത്തിൽ വിട്ടു മാറുമ്പോൾ, നിത്യതയിൽ യേശുവിനോട് വസിക്കുമ്പോൾ നമ്മുടെ ദുഃഖം മാറും, കഷ്ടതകൾ മറക്കും, ക്ലേശങ്ങളൊക്കെ മാറ്റപ്പെടും, ദുരിതങ്ങളൊക്കെ മാറ്റപ്പെടും. മറ്റൊന്നും ചിന്തിപ്പാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ യേശുവിന്റെ മുഖത്തെ കണ്ട് നമുക്ക് സന്തോഷിപ്പാൻ കഴിയുമല്ലോ. നമുക്ക് അവന്റെ ഹൃദയത്തിൽ അവനോട് ചേർന്ന് നമുക്ക് സന്തോഷിക്കാം. പ്രത്യാശയുള്ളവരെ വീണ്ടും നമുക്ക് സന്തോഷിച്ചാട്ട്, പ്രത്യാശയുള്ളവരെ കർത്താവിനോട് ചേർന്ന് കൈതട്ടി ദൈവമക്കൾ പാടിയാൽ സന്തോഷിച്ചാട്ട്, ആത്മാവിനെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. Thank you Lord. Hallelujah. Hallelujah. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, ഇരുകരം നീട്ടിയെടുത്തടച്ചു ഭയപ്പെടേണ്ടായിരുന്നൊരച്ചവനെ, ഇരുകരം നീട്ടിയെടുത്തടച്ചു ഭയപ്പെടേണ്ടായിരുന്നൊരച്ചവനെ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, ഇരുകരം നീട്ടിയെടുത്തടച്ചു ഭയപ്പെടേണ്ടായിരുന്നൊരച്ചവനെ, ഇരുകരം നീട്ടിയെടുത്തടച്ചു ഭയപ്പെടേണ്ടായിരുന്നൊരച്ചവനെ, നീട്ടിയെടുത്തടച്ചു ഭയപ്പെടേണ്ടായിരുന്നൊരച്ചവനെ, ഇരുകരം നീട്ടിയെടുത്തടച്ചു ഭയപ്പെടേണ്ടായിരുന്നൊരച്ചവനെ, ഇരുകരം നീട്ടിയെടുത്തടച്ചു Hallelujah. Hey, amen. Hallelujah. 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 Hey, God, we can shida bika to the bahar shida bahar to the Lord. Me. Hallelujah. Hallelujah. നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ മഹാ സമാധാനത്തിന്, സ്വസ്ഥതയുടെ അനുഭവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയ്ക്കായി സ്തോത്രം ചെയ്യാം.
കർത്താവിന് കുടുംബത്തിൽ വെച്ചിരിക്കുന്ന അത്ഭുതമായിട്ടുള്ള വിടുതലിനായി സ്തോത്രം ചെയ്യാം. ദൈവാകൽപ്പന അനുസരിപ്പാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിക്കൊണ്ട് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്കായി ഒരു നിത്യരാജ്യം ഒരുക്കി യേശു വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അത്ഭുതമായ അതിശയമായി ഈ 2 ദിവസത്തെയും ദൈവത്തിന്റെ ദിവ്യ ആലോചന അറിയിപ്പാൻ പ്രിയദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. അതിന് കേട്ട എല്ലാ ആത്മാക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം, രക്ഷിക്കണനായി സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ നടന്ന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യാം. ആത്മാവിൽ പാടി കർത്താവിനെ ആരാധിപ്പാൻ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്വർഗത്തിന്റെ മഹിമയാലും നിറച്ചതിനായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസം മഴയുടെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ ജനം കഴിഞ്ഞ ദിവസം കടന്നു വന്നു. എന്നാൽ ഇന്ന് മഴയുടെ അവസ്ഥ ഒന്നുമില്ലായിരുന്നു. ദൈവം അത്ഭുതമായി ദൈവം നമ്മെ സഹായിച്ചു. പ്രതികൂലങ്ങൾ ഉണ്ടായാലും ആത്മീയമായ സന്തോഷം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ദൈവമക്കളുണ്ട്. ദൈവമക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രകൃതി നമുക്ക് അനുകൂലമാക്കിയതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാൻ കൊണ്ടും ഓഡിറ്റോറിയം തന്ന് സഹായിച്ചു അനുഗ്രഹിക്കണം. അവിടെ കർത്താവിനെയും കർത്താവ് നിത്യരാജ്യത്തിനായി ഒരുക്കണ്ടിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. മറ്റ് പല ക്രമീകരണങ്ങൾ ചെയ്തവരെല്ലാം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ എല്ലാവരെയും ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇവരുടെ ഇടമിലുള്ള ദൈവമക്കളെല്ലാം കൃപയെ സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ആത്മീയമായ ഭക്ഷണം മാത്രമല്ല, അക്ഷരീയമായ നിലയിലും വന്ന ജനത്തെ പോഷിപ്പിക്കുന്നത് കൊണ്ട് എല്ലാം ദൈവ കർത്താവ് ഒരുക്കിയിരിക്കുന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇതിനുവേണ്ടി സഹായിച്ചവരെയും കഷ്ടപ്പെട്ടവരെയും പ്രവർത്തിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ നാമം മഹത്വമാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യും. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ യേശു നമുക്ക് നല്ലവനായിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യാം. സകല കൃപയാൽ നിറയ്ക്കുന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യാം. ദൈവമക്കൾ മടങ്ങി പോകുമ്പോൾ കർത്താവ് കൂടിയിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളെല്ലാം നീ ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. ആലോചന വലിയവനും പ്രവൃത്തി ശക്തിമാനുമായി കൂടെ ഇരുന്നല്ലോ. നടത്തിയ എല്ലാവിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച് ഈ ദേശത്തെ സ്നേഹിച്ച് ഞാനൊരു സുവിശേഷ മീറ്റിംഗ് ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ. എല്ലാ പ്രതികൂലങ്ങളും മാറ്റിത്തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രി നടന്ന മീറ്റിംഗ് ദൈവം നടത്തിയല്ലോ. അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള രക്ഷയെക്കുറിച്ച് തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടല്ലോ. കർത്താവേ, സ്തോത്രം സ്തോത്രം. ശുശ്രൂഷകൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചല്ലോ. പകർന്ന പ്രാർത്ഥന ദൈവം നടത്തിയതിനായി സ്തോത്രം. ഈ സന്ധ്യാസമയം മുഴങ്കാലം അടക്കിയ സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് സഹായിച്ചതിനായി സ്തോത്രം. പാട്ടുകൾ പാടി ദൈവത്തെ സന്തോഷിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ആത്മശക്തിയാൽ നിറഞ്ഞ് ദൈവസ്നേഹത്തെ പുതുക്കുവാൻ സഹായിച്ചതിനായി സ്തോത്രം. അനുകൂലമായ പ്രാർത്ഥന നൽകിയല്ലോ. കർത്താവെ, അനുഭവത്തിൻ്റെ സാക്ഷ്യം ദൈവം നൽകിയതിനായി സ്തോത്രം. കർത്താവെ, മാറ്റമില്ലാത്ത തിരുവചന സത്യം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ സമാധാനത്തോടെ ഞങ്ങൾ കാണപ്പെടുവാൻ കർത്താവെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലൂടെ ദൈവം ഇടപെട്ടല്ലോ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അനാഥരായി ഞാൻ നിങ്ങളെ വിടുകയില്ല എന്ന വാഗ്ദത്തം കർത്താവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ക്രൂശനെ സ്നേഹിക്കുന്നവരായി ക്രൂശനെ ധ്യാനിക്കുന്നവരായി തീരുവാനിടയാക്കണമേ. കർത്താവേ, സ്തോത്രം സ്തോത്രം. ആത്മാവിനനുസരിച്ച് നടപ്പാൻ സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തെ കെടുത്തുന്ന ഏതെല്ലാം വിഷയങ്ങൾ അത് ഞങ്ങളെ ഭയപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവ് ഞങ്ങൾ ഇടപെട്ടല്ലോ. കർത്താവെ, പാവം
കർത്താവേ സ്തോത്രം, ഭയം, മനസാക്ഷി, കുറ്റബോധം, രോഗം, അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന അനുഭവങ്ങൾ, ഇതിലൂടെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവേ തൻ്റെ ഭക്തനിലൂടെ ഞങ്ങൾ ഇടപെട്ടതിനായി സ്തോത്രം. ദാവീദ് തിരുവചനം അറിയിക്കുവാനായി അവിടുത്തെ പ്രതിനെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്ന് അവിടുത്തെ കൃപയും അഭിഷേകവും സുഖവും ബലവും ആരോഗ്യം കൊടുത്ത് ദൈവം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശ്രോഷകൾക്കായി വിശുദ്ധന്മാരെല്ലാം അധികാരപ്പെടുത്തിയല്ലോ. ഈ കൂടുതലും ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തല്ലോ. അനേകർക്കത് പ്രയോജനം അനുഗ്രഹമാകട്ടെ. മടക്കയാത്രയിലും കർത്താവ് കൂടിയിരിക്കും. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും പേരും കർത്താവിന് തരുന്നു. മഹത്വമുള്ളവനായി ഒരുക്കും യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവ് കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മകളുടെ സുവാസവും പരിശുദ്ധന്മാരോട് നമ്മുടെ എല്ലാവരോടും കൂടെ ഇന്ന് നീക്ക് കർത്താവിന്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോഴേ നിങ്ങളുടെ വിഷയങ്ങൾക്ക്